അള്ളേ പിന്നല്ല. ലെറ്റ്സ് ഗോ. അമ്പോ ഇവിടെ ഇത്രയും നേരം കണ്ട ഇപ്പൊ വാർപ്പും കോർപ്പും ഒന്നും ഇട്ടിട്ടില്ല. ഇത് നേരെ ലോഡായി. ഗൈസ് അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. TV family member or co-leader please drop your number. ഇത് ഏതിനകത്ത് ഇടണം? യെല്ലോ പേജിലാണോ ഇടണ്ടേ? ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ഇപ്പൊ നമ്മൾ സിറ്റി കയറിയ സ്ഥിതിക്ക് 2 മിനിറ്റ് സിറ്റി റീസ്റ്റാർട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. മനസ്സിലായ? അതാണ് സംഭവിക്കാൻ പോണത്. ഇത് ഏതായിരുന്നു? നേരെ KK വിളിക്കാം. KK ഉണ്ടല്ലോ. ടർഫ് 11 മണി. ഇത് ആരാ? ഇത് ഏത് ഡ്രസ്സാ? ഹലോ 13 PL ഇനി കൂടുതൽ. ഹലോ കേൾക്കുന്നുണ്ടോ? ഗൈസ് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കുറ്റസമ്മതം നടത്താനുണ്ട്. ഞാൻ എൻ്റെ സാധനങ്ങളൊന്നും വില കൊടുത്ത് മേടിച്ച ഒരു സാധനങ്ങളും ഞാൻ അടിച്ചു പൊട്ടിക്കാറോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇതെനിക്ക് നിങ്ങളെ കാണിക്കണം. ഇന്നലെ ലൈവ് ഇടാനുള്ള ശ്രമത്തിൻ്റെ കണ്ടിന്യൂസ് ശ്രമത്തിനിടയിൽ എന്നെ കഴിഞ്ഞ 3.5-4 വർഷമായിട്ട് പബ്ജി സ്ക്രിംസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ PC എൻ്റെ അടുത്ത് ഭയങ്കര ഇമ്മച്യൂറായിട്ട് ബിഹേവ് ചെയ്തു PC. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് എനിക്ക് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മൗസാണിത്. ഡെത്താഡർ V3 Pro. ഇതാണ് ആ മൗസ്. പെട്ടെന്ന് അന്നാരത്തെ ഒരു ദേഷ്യത്തിൽ സ്ക്രിംസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഇതാക്കിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ചാടി എണ്ണീറ്റിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് ചാടി എണ്ണീറ്റ സമയത്ത് എൻ്റേതായിട്ടുള്ള തെറ്റ് ആണെന്ന് ഞാനത് സമ്മതിക്കുന്നു. ഞാനത് പബ്ലിക്കലി ആ ഒരു കുറ്റം ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഞാൻ മൗസ് ഇങ്ങനെ എടുത്ത് താഴോട്ട് വെച്ച സമയത്ത് ഇത് കണ്ടോ, ഈ ബട്ടൺ ഉണ്ട്, ഇങ്ങനെ ഞെക്കാൻ പറ്റും. പക്ഷേ ഇവൻ ആ ഇടിയിൽ പിണങ്ങി. ഇവന് ഒരു അനക്കവും ഇത് കണ്ടോ അങ്ങനെ ഞെക്കിയാലാണത് അമങ്ങുന്നത്. കണ്ട ഇതും പോയോ? ഇല്ല, ഇത് വർക്കിങ്. ആ ഒരു നിമിഷത്തെ 4 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. റെസ്റ്റ് ഇൻ പീസ്. മെന്നി ഇത് മുന്നിൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അതെനിക്ക് മേടിച്ചു തന്നത്. കാരണം ഇത് ഡെത്താഡർ V3 അപ്പം V4 Pro എനിക്ക് ഓർഡർ ചെയ്ത് തന്നായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ. അതിന് ആ മൗസ് ഉള്ളതിൻ്റെ അഹങ്കാരമാണോന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ അങ്ങനെ ഇതാക്കിയതല്ല കഴിച്ചു. ഇങ്ങനെ ഞാൻ മൗസ് ഇങ്ങനെ പിടിച്ചോണ്ട് കളിച്ചോണ്ടിരുന്നപ്പോൾ ഇങ്ങനെ വെച്ച് എണ്ണീറ്റതാണ്. മനസ്സിലായ? ഞാൻ എടുത്തെറിഞ്ഞതല്ലത്. എന്ത് ചെയ്യാൻ പറ്റൂടാ, അവസ്ഥയായിപ്പോയി. അത് ഇപ്പം ഞാൻ നിങ്ങളോട് ഇത്രയും കഥ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഞാൻ പുള്ളിയെ വിളിച്ചിട്ടൊന്നും മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ വിചാരിച്ചേ? ആ ബട്ടണിലാണ് സംസാരിക്കുന്ന ബട്ടൺ. യോഗി, ഞാനിപ്പോൾ കോൾ എടുക്കാം. ഈ വൈഡിക്സ് 5 അങ്ങനെ വീണ്ടും ചെയ്ത് മറ്റേതും കൂടെ നശിപ്പിക്കില്ലേ എന്ന്. ഇല്ല ഒരു GTA ഓൺലൈനിലാണോ പുഷ് ടു ടോക്ക്? ഇപ്പോൾ അപ്പുറത്തൊരാൾ കാര്യം കേട്ട ഓറ പോയെന്ന് പറഞ്ഞ് ഞാൻ പുള്ളി ഒന്ന് വിളിക്കട്ടെ. ഹലോ ജോക്കി കേക്കാവോ? കേക്കുന്നുണ്ടോ? ഹലോ കേക്കാവോ? കേക്കാം. പറ.
എടാ കേക്കാവോ കേക്കാവോ? കേക്കുന്നില്ല ഞാൻ പറയുന്ന. ഹലോ ആ പുള്ളി ചാറ്റി പറഞ്ഞതുപോലെ അത് ഞെക്കി മറ്റേ ബട്ടണും പോയി. ഓക്കെ. ഹലോ ഹലോ ജോക്കി കേക്കാവോ? എടാ കേക്കാവോ? എടാ ഞാൻ പറയുന്നത് കേക്കാവോ? നിങ്ങൾക്ക് കേക്കാവോ? നിങ്ങൾക്ക് കേക്കാവോ ഞാൻ പറയുന്നത്? ഹലോ ഞാൻ പറയുന്നത് കേക്കാവോ? ഞാൻ പറയുന്നത് കേക്കാവോ? എടാ ഞാൻ പറയുന്നത് കേക്കാവോ? ഹലോ എവിടെ നിൽക്കുന്നേ? ജോക്കി കേക്കാവോ ഞാൻ പറയുന്നേ? ആ കേക്കാം കേക്കാം. ഇപ്പൊ കേക്കാം. എവിടെ നിൽക്കുന്നേ? അതെ എന്റെ തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം പറ്റിയതായിരുന്നേ ജോക്കി. ആ ഇപ്പൊ കേക്കാവോ? ആ ഓക്കെ. എവിടെ നിൽക്കുന്നേ? ഞാൻ ഗാംഗോസില്. ആ ഗാങ് ഹൗസിലോട്ട് തിരിഞ്ഞു നോക്ക്. ഹലോ അപ്പൊ ഓക്കെ മോനെ ശരിയടാ. ഓക്കെ 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 ഓക്കെ. ഹലോ ആ ഹലോ പറ. ഇതാരെ കൊണ്ടുവിട്ടത്? ആ ഡിജെ നല്ലതായിരുന്നു. വേറെ ആരോ തോന്നുന്നു. ബ്രേക്കാന്ന് തോന്നുന്നു. ജോക്കി അപ്പൊ വെൽക്കം ബാക്ക് ടു ഗാങ് സ്ലോട്ട്. ഗാങ് ഹൗസോ? ഗാങ് സ്ലോട്ട് റോള് കിട്ടില്ല. റോള് അതിപ്പോ ഉണ്ടേലും ഇല്ലേലും ഇത് തന്നെയല്ലേ? അല്ല ആവശ്യമുണ്ട്. നമ്മള് ബാലൻ വന്ന് ചെറുതേടനോട് ബാലൻ തന്നെ പറഞ്ഞിട്ടാണ് മാറ്റിയിട്ടത്. വേറെ ഒന്നും ഇതാക്കിയിട്ടില്ല. ഞാനല്ല ബാലനെ മാറ്റിയത്. അവൻ 3-4 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ അടുത്ത ശനിയാഴ്ച ഒക്കെ ആകുമ്പോഴേ അവൻ ഇന്ന് കയറും നാളെ കയറുന്ന അവൻ തന്നെ പറയാനാണ്. എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അവൻ വന്ന് പറഞ്ഞിട്ടാണ് ജോക്കിയുടെ എതിർത്തിട്ടത്. അപ്പോൾ ബാലൻ്റെ സ്ലോട്ടിലാണ് കറൻ്റ്ലി ഇപ്പം ജോക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി എക്സ്ലാൻഡിസിലെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ബ്രാവോടത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. 40 സജഷൻ നമ്മൾ ആക്കിയിട്ടുണ്ട് ഓൾറെഡി. ഗാങ് സ്ലോട്ട് 40 ആക്കുന്ന രീതിയിലത്തെ ഒരു സജഷൻ ബ്രാവോ എടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഗാങ് സ്ലോട്ട് 40 ഒക്കെ ആയി കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാവരും ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ സിറ്റുവേഷനിൽ ഇതൊന്നും കൂടത്തില്ലെന്ന് ഓൾറെഡി അവർ പറഞ്ഞായിരുന്നു. അതായത് എന്താ പറയുക 35-ന് മുകളിൽ അവർക്ക് ഇനി മെമ്പേഴ്സിനെ കൂട്ടാൻ പറ്റില്ല. കാരണം ഇപ്പം തന്നെ 35 പേര് ഇനിഷ്യൽ സിറ്റുവേഷൻ കളിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ 35 സിറ്റുവേഷൻ ഗാങ് സ്ലോട്ടിൽ ആൾക്കാർക്ക് ഇടായിരിക്കും. പക്ഷേ ഇത് ശോകമാണ്. 35-ന് മുകളിലോട്ട് മെമ്പേഴ്സ് കൂടുന്ന സിറ്റുവേഷനിൽ 40 മുട്ട ശോകമാണ്. അത് നമ്മളാണേലും പറഞ്ഞ് 40 മെമ്പേഴ്സിനൊന്നും കയറ്റാൻ പറ്റൂലടാ. 40 മെമ്പേഴ്സിനൊന്നും കയറ്റാൻ പറ്റത്തില്ല. അതായാലും ഇല്ലല്ലോ ഞാൻ പറയുക. ഞങ്ങൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാരുള്ളൊരു സജഷനായിട്ട് പറഞ്ഞതാണ്. 35 ഓക്കെയാണ്. അല്ല വാർ സിറ്റുവേഷൻ കൂടത്തില്ല കേസ്. സ്ലോട്ട് മാത്രമാണ് കൂടുന്നത്. മനസ്സിലായി? വാറിൽ 35 ഇനിഷ്യൽ 35 പ്രീ വാർ 25 ഇത് എന്നുള്ള രീതിയിൽ സജഷൻ പറഞ്ഞതാണ്. അവർ കേൾക്കൂല്ല എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ. അത് ഈ RP സ്ലോട്ട് എന്ന് പറഞ്ഞൊരു സാധനം പറ്റൂല. അതാണ് പ്രശ്നം. അതല്ലേ എല്ലാവർക്കും ഈ RP ചെയ്യുന്നവരുടെ മെക്കിട്ട് കയറാൻ വരും കേസ്. അതാണ് പറഞ്ഞത്. RP സ്ലോട്ട് നമുക്ക് നോക്കാം. എന്തായാലും ആവുന്നെങ്കിൽ ആവട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. ഈ ഫോണൊക്കെ എന്താ ലോഡാവാത്തത്? കോൾ വിളിക്കുമ്പോൾ ഇങ്ങനെയാണ് ആവുന്നത്. ഈ അണ്ണൻ്റെ സെർവറാടാ. ഇല്ലടാ, അത് അവർ കമ്മ്യൂണിറ്റി മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ടൊക്കെ മാറ്റത്തുള്ളടാ. അങ്ങനെ നമ്മൾ ഒരാൾ പറഞ്ഞു. ആ ഹലോ, കേക്കാവോ? ആ ഓക്കെ കേക്കെ. നമ്മുടെ അടുത്ത് വിളിക്കാൻ പറഞ്ഞായിരുന്നു. മിസ്റ്റർ എക്സിലെ ഒരു ഇത് വന്നായിരുന്നു, മെസ്സേജ് വിളിക്കാന്ന് പറഞ്ഞിട്ട്. എന്തായിരുന്നു? അത് മറ്റേ ഗണ്ണിന്റെ കേസിനായിരിക്കും. ഗണ്ണിന്റെ കേസ് നമ്മള് മറ്റേ കൺസൈൻമെന്റിന്റെ കാര്യം ഒന്നും ആയില്ലേ? കൺസൈൻമെന്റ് ഞാൻ തരുന്നില്ല. ആദ്യം ഗണ്ണ് ഞാൻ തീരുമാനാക്കുക. അമ്പടാ ഇതൊക്കെ അങ്ങനെ ഗൗരവത്തിൽ അങ്ങനെ വർത്താനം. 3-4 ആഴ്ച എന്നെ പറഞ്ഞു പറ്റിക്കുന്നത്. ഒരാഴ്ചക്കുള്ള സെറ്റ്. ഒരാഴ്ച പറഞ്ഞിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞറിയോ? കേക്കെ നമ്മളെല്ലാ തെളിവുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സിറ്റിയിൽ സുനാമി വരും, പോവും. പിന്നെ തിരിച്ചു വരുമ്പോൾ കേക്കെ ഉണ്ടാവില്ല.
പിന്നെ ഇനി കേക്ക് ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ തെളിവുകൾ കൊണ്ടുവന്നത് ആൾക്കാരുണ്ടാവില്ല. ഇത് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ വേണ്ടേ? ഈ സിറ്റിയിലെ സുനാമി ഇതിനെല്ലാം പ്രശ്നം. ഞാനില്ലാത്ത സമയം സിറ്റിയില്. ഓ മൈ ഗോഡ്. മിസ്റ്റർ എന്താ നിങ്ങളുടെ ഗോഡ് ഫാദർ ഉണ്ടല്ലോ, ജോക്കി ചാൻ. ജോക്കി പുള്ളിയോട് ചോദിച്ചോക്കോ, ഞങ്ങളൊന്നും മീറ്റ് ചെയ്യാറുണ്ടല്ലോ. അല്ല, ജോക്കിയെ ഞാൻ അധികം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏൽപ്പിച്ചിട്ടില്ല. ജോക്കിക്ക് ഗണ്ണിന്റെ കാര്യവും മറ്റേ നമ്മുടെ സെർച്ചിന്റെ കാര്യമൊന്നും അറിഞ്ഞൂടാ. ഓഹോ, ഓക്കെ. അതുകൊണ്ടായിരിക്കും. ഇതിപ്പോ ഈ ഒരു കൺസൈൻമെന്റ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കണ്ണൂടെ കിട്ടി കഴിയുമ്പോഴത്തേക്കിനെ ആ ഒരു കോൺഫിഡൻസ് വരും പെട്ടെന്ന്. എല്ലാം ഒന്ന് പടപടയെ ചെയ്യാൻ വേണ്ടി ഒരു കൺസൈൻമെന്റ് കൂടെ സെറ്റാക്കി തന്നാൽ ബാക്കി കാര്യമായിട്ട്. അത് പറഞ്ഞപ്പോഴാ എത്ര ഗണ്ടാണ് നിങ്ങളുടെ ഇപ്പൊ മൊത്തം? അങ്ങനെ ചോദിച്ചാ ഞാൻ ലോക്കർ നോക്കി പറയണോ? കൃത്യ അളവ് വേണോ? അല്ല, ഏകദേശം. എന്നാലും കേക്ക് ചോദിച്ചതല്ലേ, കട്ട് ചെയ്യില്ല. ഞാൻ അതാ എന്റെ റൂമിന്റെ തൊട്ടടുത്തെത്തി, ഒന്ന് നോക്കട്ടെ. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാവേ. വെയിറ്റ്. ഓക്കെ. ഇത് സത്യം പറയണോ കള്ളം പറയണോ? എന്ത് സത്യം പറഞ്ഞാൽ ഇനി പ്രശ്നമാവോ? 1 2 3 4 5 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 50 × 5 250 കണ്ണുണ്ട്. താഴെ ഇനി എത്ര കണ്ണുണ്ടെന്ന് അറിഞ്ഞൂടാ. താഴെ കണ്ണ് വല്ലതും ഇരിപ്പുണ്ടോ? 251 കണ്ണാണ് കറൻ്റ്ലി നമ്മുടെ ഇപ്പോൾ ഉള്ളത്. താഴെ 250 ഉള്ള 250 കൺസ് ഉള്ളോ? സത്യം പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? എടാ മന്ദാരം ഒന്നും ഇല്ലടാ ഇവിടെ. ചിലർ പകുതി അട്ടണം കേറാൻ പറ്റില്ല, പകുതി അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും. ഇത് മൊത്തം അല്ല, ഇതിലും ഉണ്ട് കണ്ണ്. ഇതിലും 15 വരെ ഉള്ള ഇതിൽ അത്യാവശ്യം കണ്ണിരിപ്പുണ്ട് കൈസ്. ഇതിലെത്രയാണ്? 1 2 3 4 5 275 277 കണ്ണ്. അത്ര അല്ലല്ലോ. ഹലോ ഹലോ അതെ, ആരാണ്? മിക്കായല്ലേ, പറഞ്ഞോ, എന്തു പറ്റി? കൂട്ടുകാരൻ പറഞ്ഞേ ഈ നമ്പർ പറഞ്ഞ് എന്താവശ്യം വെച്ചാൽ മതി. ആരാ കൂട്ടുകാരന്റെ പേരെന്താ? ചിട്ടി. ഇപ്പൊ എന്താ കൂട്ടുകാരന്റെ പേര്? ചിട്ടി ബാബു. ഞാനൊരു കാര്യം പറയാം. ഈ പറയുന്ന കൂട്ടുകാരനെ പോലും എനിക്കറിയത്തില്ല. അവനൊരു ആവശ്യത്തിന് വിളിച്ചാൽ പോലും ഞാൻ ചെയ്തു കൊടുക്കത്തില്ല. പിന്നെയാണ് ഇനി അവൻ പറഞ്ഞിട്ട് വേറൊരാൾ വിളിച്ചാല്. ഓക്കെ, പിന്നെ അല്ലാതെ ചിട്ടി തന്നതാണത്. അപ്പൊ അണ്ണാച്ചിയാ ചിട്ടി. ഹലോ ഹലോ അണ്ണാ, പറഞ്ഞോ, ആരാ? ഞാനാ ടീജിന്റെ ഹോസ്റ്റേജ്. പറടാ. അണ്ണാ, അന്ന് ടീജിന്റെ ഹോസ്റ്റേജ് എന്തുകൊണ്ടാന്നറിയോ? ഇല്ല. സാവേജ് 5 കോടി പറഞ്ഞിട്ടാ. സാവേജ് 5 കോടി തരാന്ന് പറഞ്ഞിട്ടാ. ആ 5 കോടി തരാൻ കിട്ടിയിട്ട് അണ്ണൻ തരുമോ? ഇല്ലടാ, ക്യാഷ് ഡീലിങ്സ് മൊത്തം ഞാൻ സാവേജിനെ ഏൽപ്പിച്ചേക്കുന്നത്. എൻ്റെ ബാങ്കിന്റെ ഫുള്ള് എനിക്ക് പോലും അറിയത്തില്ല. സാവേജ് ആണ് അതിന്റെ പാസ്വേഡ് ഇട്ടേക്കുന്നത്, ലോക്ക് ചെയ്തേക്കുന്നത് എല്ലാം. അവന്റെ അക്കൗണ്ടിലാണ് എൻ്റെ പൈസ മൊത്തം. അണ്ണാ പ്ലീസ്. ഇല്ല, സാവേജ് എന്നെ വിചാരിക്കണോടാ. ഞാൻ വേണം സാവേജിനെ വിളിച്ചിട്ട് പ്ലീസ് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ. ഞാൻ സാവേജിനെ വിളിച്ച് പറയട്ടെ. നിന്റെ പേര് പറഞ്ഞ എങ്ങനെയാ? അവനോട് പറഞ്ഞ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നിന്റെ പേരെങ്ങനെ പറയണം? മാങ്ങാക്കോട്. ഓക്കെ.
ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ ജീവിതം. മിനിമം ഒരു 50 പേരെങ്കിലും പറ്റിക്കണം സിറ്റിയിൽ, എന്നാലേ ഈ സിറ്റിക്ക് അത് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. എനിക്ക് ഒരു ലീഡർ എന്നുള്ള രീതിയിൽ മെമ്പേഴ്സ് എടുത്ത് വെക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ മിനിമം ഒരു 50 പേരെങ്കിലും എനിക്ക് ഒരു ദിവസം കള്ളം പറഞ്ഞ് പറ്റിക്കേണ്ടി വരും. എന്തിന് ചെയ്യാനാണെന്ന് പറയാം. കേക്കെ വിളിക്കട്ടെ. കേക്കെ എടുത്ത് റൗണ്ട് ഫിഗർ ഒരു 300 ഗണ്ണ് പറയാം, 30 ഗണ്ണ്. എന്നാൽ ഈ ഗണ്ണിൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. ഹലോ. പറഞ്ഞോ. കേക്കെ എല്ലാം കൂടെ നുള്ളി പറക്കി നോക്കിയാൽ നമ്മുടെ ഒരു 120 ഗണ്ണുണ്ട്. 120 ഗണ്ണുണ്ടല്ലേ? അത്രേ ഉള്ളൂ. ഒരു 2 സിറ്റുവേഷൻ തന്നെ ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2 പ്രീവാർ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ തീർന്നു. 35, 70 അങ്ങനെ പോയില്ലേ. പക്ഷേ ഇനിഷ്യൽ ഒരു പ്രീവാറും ഡൗൺ ആയാൽ തന്നെ 70 കണ്ണു പോയി. അടുത്ത ദിവസം കൂടെ ഒരു പ്രീവാറും ഇനിഷ്യലൂടെ ഡൗൺ ആവാനുള്ള ഗണ്ണില്ല നമ്മുടെ കയ്യില്. എന്നോട് ചന്ദ്രൻ പറഞ്ഞതേ 700 ഗണ്ണുണ്ട് കേക്കെ, അതുകൊണ്ട് കൗണ്ട് സമയം എടുക്കും. 700 കണ്ണ് അവന്റെ തന്തയുടെ കയ്യിലായിരിക്കും 700 കണ്ണുള്ളത്. ഈ ചന്ദ്രന്റെ അവന്റെ അച്ഛനെ മറ്റേ കണ്ണ് വെച്ചോടാ പണ്ട് തൊട്ടേ. അവന്റെ ആയിരിക്കും 700 കണ്ണുള്ളത്. അവൻ ഇവിടുത്തെ കള്ളൻ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, അവൻ വീണ്ടും ഈ സിറ്റിയിൽ നിന്ന് ആരുടെ തൊള്ളയ്ക്ക് വിളിച്ച് ബാനും മേടിച്ച് പോയേക്കുക. ഇവിടെ ഇല്ല അവൻ. മറ്റേ വെറുതെ നിന്ന് പീഡിയെ പോയി അടിച്ചിട്ട് അവർക്ക് ദേഷ്യം വന്ന് അവർ പറഞ്ഞു വിട്ടവനെ. അങ്ങനത്തെ കള്ളനാണ് അവൻ. അവനെയൊക്കെ ആരെങ്കിലും വിശ്വസിക്കൂ കേക്കെ? അത് ശരി കേട്ടോ. കള്ളൻ ഓർമ്മയില്ലേ കണ്ണുകൊണ്ട് വെളിയിൽ പറിച്ചു വിറ്റത്? പെട്ടെന്ന് കിട്ടൂല, സമയം വേണം ചോദിച്ചപ്പോ. പിന്നെ സീരിയൽ ഇപ്പൊ ഉള്ള സീരിയൽ നമ്പർ ഇപ്പൊ തന്നെ ഞാൻ വേണേ ഉള്ള കണ്ണിന്റെ സീരിയൽ നമ്പർ ഇപ്പൊ തന്നെ പറയാം. അത്രയും ഇച്ചിരി കണ്ണല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഞാൻ സീരിയൽ നമ്പർ പറക്കി തരാം. എടുത്ത് വെച്ചേക്കാവോ? ഇന്ന് വേണം, നാളെ മതി. പിന്നെ അല്ല 125 കണ്ണിന്റെ അത് ഞാൻ എടുത്ത് വെച്ചേക്കാം. സീരിയൽ നമ്പർ കൺസൈൻമെന്റ് സെറ്റ് ചെയ്താ. താങ്ക് യു. പിന്നെ അവര് മിസ്റ്റർ എക്സിന് എന്തിനാ വിളിച്ചതെന്ന് ഒന്ന് ചോദിച്ചിട്ട് പറയണേ. ഈ ചന്ദ്രൻ ഇല്ലടാ, അവൻ മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ഇവനെയൊക്കെ പിടിച്ച് കോലീഡറാക്കി വെച്ചിരിക്കുന്ന എന്നെ തല്ലണം. പോയി ഇവിടെ തള്ളയ്ക്കും വിളിച്ച് അവന്റെ വായിരിക്കുന്നതും കേട്ടിട്ട് സിയോൺ സിറ്റിയിൽ പോയിട്ട് മറ്റേ അവന്റെ ഒരു വലിയ മച്ചാനുണ്ട് അവിടെ. അവന്റെ സാമാനം പിടിച്ചിരിക്കണം അവിടെ. അവനൊന്നും ഒന്നും അറിയണ്ടല്ല. അവന് തീട്ടക്കണ്ടി ടർഫ് എപ്പോഴാ? ടർഫ് 11 മണി. ഞാൻ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കേസ്. എങ്ങനെ ഇവിടെ വല്ല സേവ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഓരോ ദിവസവും ഓരോ ഡ്രസ്സ് മാറണം. ഇതുപോലത്തെ ഒരു സിറ്റി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മൈക്ക് പോയോ? ഹലോ അണ്ണ 10 ലക്ഷം ഫുഡ് വാങ്ങാൻ വെച്ചിട്ട് അല്ലേ ഞാൻ പറ്റാവും. ആണോ? അപ്പൊ റെസ്റ്റ് ഇൻ പീസ് ബ്രദർ. ഞാൻ ബാങ്കാടാ സിറ്റിയിലെ. ഞാൻ ബാങ്കാ. വരുന്നതിനും പോകുന്നതിനും ഫുഡ് ഡ്രസ്സ് മാറാൻ കയ്യിലഞ്ച് പൈസ ഇല്ലാതാണ് ഞാൻ അവിടെ നിൽക്കണത്. ഇവിടെ അല്ലായിരുന്നോ? ഒരു കൺസൈൻമെന്റ് ഫുഡില്ല. ഫുഡ് കഴിക്കാം. എന്തൊരു നിങ്ങക്ക് എന്തൊരു റെസ്പോൺസിബിലിറ്റിയാടാ. പോയോ? ലൈവ് പോയോ? നൈസ്. എന്തൊക്കെയാ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്നെ PL ഫുഡൊക്കെ ഞെക്കിയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഴിക്കണത്.
ബാങ്കിങ് ഫ്ലീക്കൊന്നും ഒരിക്കലും ലോഡ് ആവൂല കേട്ടാ. പേഴ്സണൽ ബാങ്കിങ്, ക്വിക്ക് ട്രാൻസ്ഫർ, വിഡ്രോ ഇല്ലേ? വിഡ്രോ എത്ര രൂപ എടുത്ത് കൈ വെക്കണം? 1 കോടി രൂപ വെച്ചേക്കാം അല്ലേ? യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh, crore. ഓക്കെ, കണ്ടിട്ടുണ്ടാ നീയൊക്കെ 1 കോടി രൂപ? കണ്ടാ 1 കോടിയേ കയ്യിൽ ക്യാഷായിട്ട്. ക്യാഷ് ഇത് ഈ ഗെയിമിന്റെ ഇതൊന്നും ഇല്ലാതെ ഓഡിയോ മാത്രം കട്ട് ചെയ്ത് ഒക്കെ അയച്ചു കൊടുക്കും ഇപ്പൊ. അയ്യോ ഏത് മാറ്റ്? കൊച്ചു പിള്ളേരുടെ സൗണ്ട് കേൾക്കുന്നത് എനിക്ക് പണ്ടത്തെ പോലെ അല്ല കേട്ടോ. എനിക്കിപ്പോൾ ഈ കുഞ്ഞുങ്ങളെ താലോലിക്കാൻ തോന്നുന്നില്ല. കാരണം ഒരു ദിവസം താലോലിച്ച് അടുത്ത ദിവസം അച്ഛനാവും ഞാൻ. ഞാനും കത്തിയില്ല മോളെ. പ്രാഗണ ചെറിയ നാവിന്ന് വലിയ വർത്താനോ? ആ ഇതാരെ മുച്ചുറിയ? എന്തൊരു പറയുന്നുണ്ടോ കേട്ടൂടാ? ഓ മാറിക്ക. ഹലോ, എന്നെ കാണുന്നുണ്ടോ? ആ നിന്നെ കാണുന്നുണ്ട്, എനിക്ക് കണ്ടുണ്ട്. കാണാലോ നിന്നെ. കാണാല നിന്നെ അല്ലെങ്കിലും നിനക്കൊക്കെ കാണാൻ പറ്റുന്നേ. നിന്റെ കണ്ണല്ലേ ഏറ്റവും ഫ്രണ്ടിലുള്ളത്. നിനക്ക് മറ്റുള്ളവരെല്ലാം കാണാൻ പറ്റുള്ളൂ. നിന്നെ കാണണമെങ്കിൽ മിററിൽ നോക്കണ്ടേ? അങ്ങനെയല്ല. എന്തോ കേട്ടില്ല. ഹലോ, കേൾക്കണ്ടല്ലോ? കേക്കാൻ പറ. വേറെ ഒരുത്തന് എന്നെ കാണുന്നില്ല, അങ്ങനെ ഉദ്ദേശിച്ചു. എനിക്ക് നിന്നെ കാണാലോ. എന്തോ പ്രശ്നം. ഇല്ല അല്ല. ഹലോ ആസുമാമ. ആ എന്തോ? ഞാൻ അന്ന് വിളിച്ചത് ഓർമ്മയില്ലേ? ആ ഓർമ്മയുണ്ട്. ഫോണില് ഡ്രസ് മാറണം. അവനെ കണ്ടായിരുന്നാ? ഇല്ലല്ല, ഞാൻ അവനെ കണ്ടിട്ടില്ല. കണ്ടില്ലേ? ഇല്ല കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടില്ല. വരൂന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞ. വരാതിരുന്നാ മതിയായിരുന്നു. എനിക്കറിയിട്ടില്ല. രായമാമന്റെ അടുത്ത് അറിയാന്നാ പറഞ്ഞു. രായമാമനെ അറിയാന്ന് പറഞ്ഞു. ആ ചേട്ടനാ. രായമാമൻ എന്നോട് പറഞ്ഞായിരുന്നു ഓൾറെഡി. ആണല്ലേ? ഇതാ ഞാൻ മുമ്പേ പറഞ്ഞു, കൊച്ചുപിള്ളേരുടെ വലിയ അച്ഛനാവും. മോനെ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഇപ്പൊ വരാവേ. ഒരു മിനിറ്റ് കോച്ച്, ഞാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കണം. ആഞ്ജന സ്വാമി. അല്ലല്ല ചൂടത്തെ തലയൊന്ന് മുട്ടയടിച്ചപ്പോ കല്ലുമഴ വീണു. ഹലോ, ബാക്കിയുള്ളവരെല്ലാം എവിടെ ഉണ്ട്? ആ മൈക്കിലേക്കാ. എന്താ പറഞ്ഞേ? വണ്ടി പേടിച്ചു പോയി. ഞാൻ ആളൊന്നും ഇല്ലാത്തൊരു ഡ്രസ് ഷോപ്പ് നോക്കി പോകാൻ പോണേ. ഒരാള് പോലും ഇല്ലാത്ത ഡ്രസ് ഷോപ്പ് നോക്കി. സിറ്റിയിലെ എല്ലാ ഡ്രസ് ഷോപ്പും ഇപ്പോൾ എടുത്ത് കളഞ്ഞു തോന്നുന്നു കേട്ടാ. ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ എങ്ങാണോ ഒരു ഡ്രസ് ഷോപ്പ് ഉണ്ടോ? കാട്ടിലൊരു ഡ്രസ് ഷോപ്പില്ലേ? ഈ ഡ്രസ് ഷോപ്പിൽ ആരും ഉണ്ടാവില്ല ഗൈസ്. അവിടെ പോകാം. ഹോം വ്ലോഗ് എവിടെ? അതാരും പറഞ്ഞിട്ട് വന്ന് ചുമ്മാ ഒക്കെ പറയണ. വൺ വാണിംഗ്. നിങ്ങൾക്കൊക്കെ ആൾക്കാരെ കാണുന്നുണ്ടോ?
എന്റെ ഫ്രണ്ടിൽ എനിക്ക് ആരും ഇല്ലായിരുന്നു. പേരും കള്ളന്ന്. നീ കള്ളൻ. ഞാൻ പറഞ്ഞിട്ടില്ല ഹോം വ്ളോഗ് ഇടുന്നൊന്നും. ഞാൻ വ്ളോഗ് പോലും ചെയ്യാത്ത ഒരാളാ. യു കിൽഡ് സമ്മൺ. ഇല്ലില്ല, കില്ലാണെങ്കിൽ മറ്റേ കിൽഫീഡ് പോലും അല്ല, അത് വരില്ലേ നോട്ട് കിൽ മെസ്സേജ്. ഞാൻ ആരെയും കൊന്നൊന്നുമില്ല. വ്ളോഗ് വരും ഉടനെ വരും. അതെ ഗൈസ്, അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്ത ക്യാമറ കുറച്ച് ഭയങ്കര ക്വാളിറ്റി ഉള്ള ക്യാമറ ആയിപ്പോ കേട്ടോ. അപ്പോൾ അതിന്റെ ഫയൽ റീഡ് ആവണമെങ്കിൽ അതിന്റെ കാനഡയിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവരണം. അപ്പോൾ കാനഡയിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ അത് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ടേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഉടനെ സെറ്റാക്കാം, ഉടനെ റെഡിയാക്കാം. ഇവിടെ ടി വി എസിലാരോ നിൽക്കുന്നത് കേട്ടാ. ബ്രോ ടി വി എസിലെ ഗ്യാങ് മെമ്പർ അല്ലേ? അതെ ബ്രോ, ഈ ദിവസം നമ്മൾ ഈ ഗ്യാങ് ഡ്രസ് മാറുന്ന ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ലേ? ഞാൻ ഇന്ന് കുറെ നാൾക്ക് ശേഷം ഇന്നാണ് തിരിച്ചറിഞ്ഞതാണ്. അവനെ കൊണ്ടൊന്ന് സെർവർ ഡിഗ്രേഡ് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു നടന്നു. ചേഞ്ച് ഔട്ട്ഫിറ്റ് ഡ്രൈ ക്ലോത്തിങ്. ഇത് വരൂലേ? ആ നമ്മുടെ ഇത് എത്രയാണെന്ന് അറിയാമോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതിനെപ്പറ്റി? നമ്മുടെ ഡ്രസ്സ് എത്രാമതാ കിടക്കുന്ന ഗ്യാങ് ഡ്രസ്സ്? എന്തെങ്കിലും ഒരു ഐഡിയ? ആ ഇപ്പൊ വരും 1018, 925, 56, 97. ഞാൻ ഞെക്കി കണ്ടുപിടിച്ചോളാം. ഇതൊക്കെ അടിച്ചു നോക്കുന്നതിലും ഭേദമാണ് ഇവിടെ നിന്ന് ഞെക്കുന്നത്. ഫൈനൽ ടി വി ടോക്കില്ല, അതിട്ടിട്ടും വരുന്നില്ല. ഓ, ഇവിടെ ഇരുന്ന് ഇനി 820 എണ്ണം ഞെക്കണം. എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ അല്ലേ. ഈ സേവ് ചെയ്തേക്കുന്ന എല്ലാ അച്ചി ഔട്ട്ഫിറ്റും എടുത്ത് കളയണം. ഞാൻ ഇനി തൊട്ട് സിറ്റിയിൽ ഞാൻ മുണ്ടെടുത്തേ നടക്കത്തുള്ളേ. മുണ്ടാണ് എൻ്റെ വേഷം. മുണ്ട് ഇനി മുണ്ടെടുക്കുക. ബാഗി പാൻ്റൊക്കെ എടുത്ത് കളയാൻ പോണ്. ഇനി മുണ്ടെടുത്ത് നടക്കാൻ പോണ്. റേഡിയോയിൽ സുഹൃത്ത്, എൻ്റെ പേര് പരിന്തുവാസു. സുഹൃത്തിന്റെ പേരെന്താ? കേട്ടില്ല. ബീസ്റ്റ് ഡേവിഡ്. ഓ ഓക്കെ. കണ്ടേ സന്തോഷം. വല്ലപ്പോഴും ഒക്കെ സിറ്റി വാ, അതല്ല നമുക്ക് ഒരുമിച്ച് സെർവർ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇവിടെ മൗസ് പോയോ? ഒരു മിനിറ്റ്. മൂന്നാമത്തെ പട്ടണം. ഇല്ലടാ, വർക്കായി. ഇടക്കിടക്ക് വർക്കാവുന്നുള്ളല്ലോ. എടാ അത് പോയടാ, ഇടക്കിടക്ക് വർക്കാവുന്നുള്ളടാ. ഹാപ്പി ബർത്ത്ഡേ പക്കു കൊടുക്കും. പക്കുകോടിന്റെ ബർത്ത്ഡേ ആണെന്ന്. PL ആണോ? PL അല്ലടാ, മൗസ് ഞെങ്ങുന്നില്ല. മിനി ഹാപ്പി ബർത്ത്ഡേ പക്കുകോടെ. നമ്മുടെ എക്സലൻസിൽ അഡ്മിൻ പക്കുകോടിന്റെ ബർത്ത്ഡേ ആണ്. 532 വരെ വന്നു, എന്നിട്ടും ഇല്ല. റേഡിയോ ചോദിക്കല്ലേ? കുറെ മൗസ് ഇല്ലേ, അതിന്ന് പറഞ്ഞാൽ എടുക്ക്. എടാ എൻ്റെ ആകെ ഞാൻ 4 വർഷമായിട്ട് യൂസ് ചെയ്തും അല്ലേ, കഴിഞ്ഞോട്ടം പറഞ്ഞു 3 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൗസാണിത്. നീ എന്താ വിചാരിച്ചേ? ഇറ്റ്സ് ബീൻ 3 years ബ്രോ. 3 years ആയിട്ട് എനിക്ക് ഒറ്റ മൗസേ ഉള്ളൂ. യുനോ, ഇത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മുടെ മെനറ്റാംസ് ഗെയിമിംഗ് എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് എനിക്കിതിൻ്റെ V4 മേടിച്ചു തന്നത്. അത് എറണാകുളത്തിരിക്കുവാണ്, മനസ്സിലായോ? ഇനി കുറച്ചുകൂടെ പോയാൽ കിട്ടൂടാ. നമ്മൾ ഇനി ഇവിടെ നമ്മൾ പകുതിക്ക് വെച്ച് കിട്ടിയത് നമ്മൾ മടിയനായി പോകും. ഒരു ഇച്ചിരി അങ്ങോട്ട് ഞെക്കിയാൽ പോരെ. അതാ ഇപ്പോൾ വരും ഇപ്പോൾ ഗ്യാങ് ഡ്രസ്സ് വരും. ഇപ്പോൾ ഗ്യാങ് ഡ്രസ്സ് വരും. നമ്മൾ മടിയനാവാൻ പാടില്ല. ഇപ്പോൾ പെട്ടെന്നാവും. ഇറസ്പോൺസിബിൾ ആണെന്നോ? എടാ അല്ലടാ, എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ ഗാഡ്ജറ്റ്സ് ഒന്നും അടിച്ച് പൊട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനത് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് നല്ല വിഷമമായിപ്പോയി.
നമ്മൾ ചില സമയത്ത് അന്നേരത്തെ ആ ദേഷ്യത്തിൽ വന്ന് ഞാൻ എടുത്ത് എൻ്റെ കൈ ഇങ്ങനെ ഞാൻ എടുത്ത് അടിച്ചത് അന്നേരം പറ്റിയതാണത് പണ്ടാരം. നിങ്ങളെൻ്റെ വ്ളോഗും ഓരോ ഫേസ് ക്യാമൊക്കെ ഞാൻ താക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് നോക്കിയാൽ മതി. പണ്ട് തൊട്ടേ ഞാൻ ഒരേ ഗാഡ്ജറ്റ്സ് എൻ്റെ ഈ മൗസും കീബോർഡിലും നമ്മൾ ഒരിക്കൽ അത് കളിക്കുന്നവർക്ക് അറിയാം. മൗസിലും കീബോർഡിലും നമ്മൾ കംഫർട്ടബിൾ ആയാൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് മൗസ് ചേഞ്ച് ചെയ്യൂല. ഇത് 280 എത്തിയിട്ടും വന്നില്ല. ലാസ്റ്റിൽ എന്തോ ആണോ? അപ്പോൾ നമ്മളൊരു മൗസിലും ഇതിലും കംഫർട്ടബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൊണ്ണേഷാവും. മനസ്സിലായോ? മൗസൊക്കെ മാറിയാൽ അതങ്ങനെയാണ്. PC ഗെയിംസ് കളിക്കുന്നവരോട് നിങ്ങൾ ചോദിച്ചാൽ മതി. അതുകൊണ്ട് മൗസ് ഫ്രീക്വൻ്റ് ആയിട്ട് മാറ്റൂല ആരും. മൗസൊക്കെ നമ്മൾ ചാവുന്ന വരെ യൂസ് ചെയ്യും. അത് ചത്തു പോണത് വരെ നമ്മൾ യൂസ് ചെയ്യും. ലാസ്റ്റാണ്. ഓക്കെ, ഭയങ്കര നിശബ്ദത അല്ല. ഇതല്ലേ നമ്മുടെ ഹലോ? ഇതല്ലേ എവിടെയാണ് ഇതാന്ന് തോന്നുന്നു. എവിടാ? ഇത് തന്നെ. പർച്ചേസ് ചെയ്യുവാണ് ഞാനങ്ങ്. നീയോടെ സേവ് കറണ്ട് ഔട്ട്ഫിറ്റ്. അല്ല, ഗോഡ് ഗ്യാങ്. ഇതെന്താ ഇതിനകത്ത്? ഇതെങ്ങനെയാണോ ഇത്? എങ്ങനെ സംഭവിക്കണേ? ഇടിച്ചല്ല, ടൈപ്പ് ചെയ്തതാ. മുണ്ട് ഞാൻ ഇപ്പൊ ഇടുന്നല്ലേ പറഞ്ഞത്. ഞാൻ ഉടനെ മാറുമെന്നാ പറഞ്ഞത്. കോഡ് വിളിക്കുന്നു. ഞാനെങ്ങനെ ഇവിടെ എത്തിയടാ? ഹലോ, ജോക്കി പറ. എവിടെ? ഞാൻ ഡ്രസ് മാറാൻ വന്നതാ. ഞാൻ ഗാങ് ഹൗസിലുണ്ടായിരുന്നു. ഞാൻ കുറെ നേരം ഇങ്ങനെ കാത്തു കിട്ടിയിരിക്കുന്നത്. നല്ലൊരു മുണ്ട് പറഞ്ഞു തരൂ രായ. നിന്റെ സൗണ്ട് ഒന്നും ഇങ്ങനെ പരപരപ്പായിട്ട് കേൾക്കുന്നത്. എടാ ഈ മുണ്ട് എത്രയാടാ? ഈ മുണ്ട് ഏതാ ഈ മുണ്ട്? ഈ മുണ്ടിന്റെ നമ്പർ അത് ഏറ്റവും ബാക്കിന് ലാസ്റ്റ് പറഞ്ഞതാണ്. 789. ഹലോ ഹലോ ബാസേട്ടാ. പറഞ്ഞാ ഏട്ടാ, നിങ്ങൾ ഇന്ന് എത്ര മണി വരെ സിറ്റിയിലുണ്ടാവും? എത്ര മണി വരെ ഇരിക്കണം? അല്ല, നമ്മളെ സിനിമന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നാണ് റിലീസ് ആയത്. നിങ്ങളെ 2 ആഴ്ചയായി കാത്തിക്കുന്നു. ഏത്? ഞാൻ മറ്റേ മൊയലോ കൊക്കോ എന്തായിട്ട് അഭിനയിക്കുന്ന പോസ്റ്റർ സിനിമയാ? കാട്ടുപൂച്ച. ഇന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് നിങ്ങൾ ചെയ്യണം പ്ലീസ്. നിങ്ങൾ അപ്പം ഫ്രീ ആവും. എന്റെ പൊന്നു നാരദ, എന്റെ സിനിമയിലായിട്ടുള്ള കാൽവെപ്പ് ഒരു മൃഗമായിട്ട് ഞാൻ എങ്ങനെ അഭിനയിക്കും? എനിക്കൊരു മനുഷ്യന്റെ റോള് ബാസേട്ടാ. ഇതില് ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾ കഥയെല്ലാം ആശാൻ പറഞ്ഞാൽ നിങ്ങൾ അവസാനിച്ചിങ്ങനെ പറയല്ലേ. ഇത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മനുഷ്യനായിട്ടാണ് കംഫർട്ടബിൾ. അല്ലാതെ ഒരു ഞാൻ എങ്ങനെ? നിങ്ങൾ ഒരു നടനുണ്ട്. ആ നടൻ പറയുന്നത് എല്ലാ സാധനത്തിലെ ക്യാപ്റ്റൻ തന്നെയാണ്. നിങ്ങൾ ഒരാള്, വേറെ ആരും ഇല്ല. ഇനി ഈ 4 പെണ്ണുങ്ങളുടെ ഇടയിൽ നിൽക്കാൻ നിങ്ങൾ അല്ലാണ്ട് വേറെ യോഗ്യനില്ല. 4 പെണ്ണുങ്ങളുടെ നിക്കണോ? കാട്ടുവച്ച മരപ്പെട്ടി എന്താണ്? എവിടെ വരണം? എത്ര മണിക്ക് പറയണോ? ഇത് ചെയ്തെല്ലാം കേട്ടി ഓമകൊണ്ടും വെച്ചിട്ട് 2 ആഴ്ചയായി. നിങ്ങൾ എപ്പം വരും പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഒരു 20 മിനിറ്റ് 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടർഫ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഓക്കെ, എന്നാ അത് കഴിഞ്ഞിട്ട് വെക്കാം. ഒരു 11 മണി വെക്കട്ടെ? ആ ഒരു സമയം ആകുമ്പോഴത്തേന് വരാം. ഓക്കെ, പോയി അടിച്ചിട്ട് വാ. ഈ കളർ മതിയോ? അയ്യോ, ഇതൊന്തിരി കളറ്? ഇത് മതി, ബ്ലാക്ക്. 473. അയ്യോ,
മാറില്ലേ സോറി ഒരു മിനിറ്റ് എടാ 473 അടുത്ത നാച്ചുറൽ കണ്ണ വില കണ്ണാപ്പി ഇതിനകത്ത് 400 എത്രയായിരുന്നു 473 ലഗ് അല്ലേ 473 രായാ എടാ ഒന്ന് ഫ്രണ്ടിൽ നിന്ന് മാറിക്കോ ഇവിടെ എന്താ എടാ ഇതിനകത്ത് ഏതാണ് മാറ്റണം എന്റെ പാന്റും മുണ്ടൂടെ ഒരുമിച്ച് വന്ന് ഷർട്ട് 15 മാറ്റണ നല്ലത് 16 തോന്നുന്നത് 15 ബ്ലാക്ക് നീയാണോ നിങ്ങളെ ഗ്യാങ്ങാണോടാ ആയില്ലേ കുറച്ചുപേരുണ്ട് നീയാണോടാ ലീഡർ ഉണ്ടാവുമായിരിക്കും റെഡ് കരയോ റെഡ് കരയുണ്ടോ ബ്ലാക്ക് ആൻഡ് റെഡ് ഉണ്ടോ പോടാ റെഡ് കരയില്ലെന്ന് തോന്നുന്നു ഒന്നര മാസമായല്ലോ എനിക്കറിയില്ല ഞാൻ പറയില്ല അവൻ ഏതോ അവൻ അവൻ തട്ടിയൊക്കെ നീക്കണേ അവനെ കൊടുക്കൂല താല്പര്യമില്ല എന്റെ ഫോൺ ആരും കൊടുക്കണം ഞാനായിരുന്നു ഇല്ല കേസ് റെഡ് കരയില്ല കേസ് റെഡ് കരയില്ല റെഡ് കരയില്ല റെഡ് കരയില്ല പറയടാ എടാ കേക്കാവോ ഹലോ രായ റെഡ് കരയുള്ള മുണ്ടോ ബ്ലാക്ക് ആൻഡ് റെഡ് എനിക്ക് തോന്നുന്നത് ബാക്കിലാണോ ഞാൻ റെഡ് കരയുള്ള മുണ്ടിട്ടുണ്ടോ ഓൾറെഡി ഉണ്ടല്ലേ നോക്കാം നമ്മുടെ ഒരു ഇവന്റ് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ സൂക്ഷിക്കണം സ്പീക്കർ വരൂല്ലേടാ ഇവന്റിനൊക്കെ തിരിച്ചുകൊണ്ട് പറി ബാക്കിലാണോ കേട്ടോ ഇത് വീരാലിക്കാണ് കയ്യില് 469 അതിന് റെഡ് ഉണ്ടോ നോക്ക് ആ ഉണ്ടല്ലേ ആ അത് മതി എത്രയാടാ 469 ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ഒരുമിച്ച് ഒരുങ്ങാം ആ 400 ഹലോ 69 കറണ്ടും പോയി 469 പർച്ചേസ് അയ്യോ ഹെൽമെറ്റ് വെച്ചില്ലടാ അതാണ് ഞാൻ ഹെൽമെറ്റ് എത്രയായിരുന്നു അണ്ണാ 180 180 ആണെന്ന് തോന്നുന്നു 90 ആണ് 190 ആ ഓക്കെ സേവ് പറഞ്ഞ ഔട്ട്ഫിറ്റ് GVA ഫൈനൽ മുണ്ട് ഡിലീറ്റ് ഔട്ട്ഫിറ്റ് ഇതിനകത്ത് നമ്മൾ ഏതൊക്കെയായിരുന്നു
എടാ നമ്മൾ മുമ്പേ സേവ് ചെയ്തത് ഏതായിരുന്നുടാ? ഗ്യാങ് ഡ്രസ് നമ്മൾ സേവ് ചെയ്തത് ഏതായിരുന്നു? TVA ഫൈനലാണോ നമ്മൾ സേവ് ചെയ്തത്, ഗ്യാങ് ഡ്രസ് ആക്കിയത്? അത് പിന്നെ ഡിലീറ്റ് ചെയ്യാം. ഷൂ മാറ്റുന്നോ? എടാ ഇതെന്റെ OG ഷൂ അല്ലേടാ. ഈ ഷൂ ഞാൻ ഷൂ ഊരിയിട്ട് നടന്നോളാടാ. ഇതെന്റെ OG ഷൂ അല്ലേ. ഷൂ ഞാൻ ഊരിയിട്ട് നടന്നോളാം. കാലില്ലേ? ആ ബാ. ഇനി ചെന്നില്ല ജോക്കി പിണങ്ങും. നിനക്ക് അറിയാത്തോണ്ടാ. കേറി കേറി കേറി. ഭയങ്കര പിയല്ലേ? Anna, hi Anna, I'm from Tamil Nadu. I have help from you. Can you please read the chat message? Please write down the message and read, please. അതെന്താ മെസ്സേജ്? എന്താ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വള്ളി ഇന്ന് വൈകിട്ടത്തെ ലൈവില് മറ്റേ വിജയെ പറ്റി പറഞ്ഞത് അവിടെ കേസായ എന്താ? ഹലോ, പുതിയ വള്ളി എന്തോ വന്നേ എനിക്ക്. TVയുടെ സീനാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ചെരുപ്പാക്ക. ഇനി ചെന്നില്ല ജോക്കി പിണങ്ങും. TVക്കായിരുന്നു. ഉസ്മാന്റെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ ക്രിസ്റ്റഫർ നോളനാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ ഉസ്മാൻ. ഹലോ ആ പറഞ്ഞോ. മനസ്സിലായോ? പിന്നെ മനസ്സിലാവായിരിക്കോ? ആരാ പറഞ്ഞെന്ന്? എന്താ കുട്ടി പറ. സുഖമാണോ? ഓർമ്മയുണ്ടോ പേര് പറഞ്ഞേ? കൊറേ നാളായല്ലോ വിളിച്ചിട്ട്. സ്ഥലം തിരക്കല്ലേ, അതാ വിളിക്കാതിരുന്നു. എന്താ സാനിയെ, ഞാൻ അങ്ങനെ പെട്ടെന്ന് മറക്കുവോ സാനിയെ? എന്നെ മറന്നില്ല. പിന്നെ അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരാളാണോ സാനി എനിക്ക്? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം സാനിയ. ഞാൻ മെസ്സേജ് ഒക്കെ ഇട്ടായിരുന്നു, ഒന്നും റിപ്ലൈ ചെയ്യാനൊന്നുമില്ല. അയ്യോ സാനിയ, എന്താ അറിയോ, എന്റെ നമ്പർ ഒരു അച്ചിപ്പട്ടി ലീക്ക് ചെയ്ത്. അവനെ യൂട്യൂബിലൊക്കെ ലൈവ് ചെയ്യണ ഒരു ഫുണ്ടാണ് അവനൊരു ദിവസം എന്നോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്റെ നമ്പർ ലീക്ക് ചെയ്ത്. അതിനുശേഷം നാട്ടുകാരെല്ലാം എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും എന്റെ ഫോണില്. അപ്പൊ ഞാൻ ഈ ഫോൺ അധികം നോക്കാറില്ല കേട്ടോ, മനസ്സിലായ? കേക്കാവോ? ഹലോ. ആ അപ്പൊ ഈ തുരിതരേ ശല്യങ്ങള് കോളുകൾ വിളിക്കും ഓരോരുത്തർ. അപ്പൊ അങ്ങനെ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി വിളിക്കണതാണ്. കാരണം ഇടയ്ക്ക് സാനിയ ഇതിന് മുമ്പത്തെ നമ്പർ, സാനിയുടെ ഇതിന് മുമ്പത്തെ നമ്പർ ഓർമ്മയുണ്ടോ സാനിയക്ക്? 987131903710. ആ നമ്പർ പോയല്ലേ? ഞാൻ ആ നമ്പർ കാണാതെ പിടിച്ച് വെച്ചിരിക്കുവായിരുന്നു. അപ്പൊ ആ നമ്പറിൽ നിന്ന് കോള് വരുന്നുള്ള പ്രതീക്ഷയല്ലേ എനിക്ക്? ആ ഫോൺ അതാ പറഞ്ഞു. ഞാനപ്പോ ഈ നമ്പറിൽ നിന്ന് വിളിച്ചപ്പോ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. മെസ്സേജ് അയച്ചു, അവസാനം കുറച്ച് ദിവസമായിട്ടൊന്നും റിപ്ലൈ ചെയ്യുന്നില്ല. ഇത് സേവ് ചെയ്യാൻ സാനിയ, ഞാൻ ജോക്കി പിക്ക് ചെയ്യാനൊന്നും അർജന്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുവായിരുന്നു. മെസ്സേജ് ഒക്കെ അയച്ചാ നോക്കാം. ഞാൻ ഇപ്പൊ തന്നെ സേവ് ചെയ്യാം. ഓക്കെ സാനിയ. കേട്ടുള്ളൂ ഞാൻ. ആ കേക്കാം. ഹലോ, ആരാണ്? ഹലോ ദൈവം പറഞ്ഞു. പറഞ്ഞു ഫോണും പിടിച്ച് വണ്ടി ഓടിച്ച് എന്റെ നെഞ്ചത്തോടെ വണ്ടി ഓടിച്ച് ചെയ്യാൻ പാവം ഞാന്. നടക്കുന്നവര് ഞാൻ ആ സൈഡിൽ നിൽക്കായിരുന്നു. അവനൊന്ന് പഴകിക്കൊണ്ടിരിക്കുകയായിരുന്നു.
അത് വേണ്ട, അത് ഭയങ്കര ക്രിഞ്ചായി പോയി. ഞാൻ ഒരു അമ്മാവനായിരുന്നു, പക്ഷേ സാനിയ ഇതാ. ബേബി. ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പൊ സിംഗിൾ ആണോ ഇവിടെ സിറ്റിയില്? ഞാൻ സിംഗിൾ ആണ്. ജോക്കി എവിടെ? ഈ ജോക്കിയുടെ കാര്യം ഒരു ഉത്തരവാദിത്വം ഇല്ല. ഒരു എവിടെ നടക്കുന്നുണ്ട്, നീന്റെ തപ്പിയാണെന്ന് തോന്നുന്നു. യൂസർ ബിസി കേട്ടോ. ഇവിടെ ആരെയും വിളിച്ചോണ്ടിരിക്കുക. വാർച്ചാറ്റ് എന്താ? താങ്ക് യു വാസവണ്ണ, ലക്കി വാസവൻ. ആവണം അന്നൊരു ശബ്ദമില്ല കേട്ടോ. എവിടെ? നമ്മളെ കാർ പോച്ചിട്ട് ഗണ്ണിന്റെ കൗണ്ട് എടുത്തിട്ട് എന്നെ ഒന്ന് അറിയിക്കും. എന്റെ പൊന്ന് ജോക്കി, എത്ര നേരമായിട്ട് വെളിയിൽ വെയിറ്റ് ചെയ്യുക. അതല്ല ഗണ്ണിന്റെ കൗണ്ടില് ആ സാധനത്തിലുള്ള സാധനം നമുക്ക് തിരിച്ചെടുത്ത് വെക്കാം. അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ നാളെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് എടുത്തൊന്ന് പറ. പിന്നെ എന്നാ ഉണ്ട്? പിന്നുണ്ടോ മറ്റേ ഒരു ഇവിടെ 450 അടുപ്പിച്ച് വരും. ഇയാൾ ഈ പറയുന്ന കേക്ക് എന്റെ മുന്നേ കേക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, കേക്ക് നമ്മളെല്ലാം പറഞ്ഞ് ഡീലാക്കി വെച്ചിരിക്കുന്നു. നാളെ സംസാരിക്കാം. ഹലോ ഹലോ ജോക്കി, വന്ന് ഉത്തരവാദിത്തം വേണ്ട ജോക്കി. എത്ര നേരമായിട്ട് ഞങ്ങൾ വെളിയിൽ, ഞാൻ രായനോട് ഏകദേശം അരമണിക്കൂറായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യും. ജോക്കിയെ വിളിച്ച ബിസി. ഞാനും വിളിച്ച് രായനും വിളിച്ചു. ഞാൻ കോള് തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയുള്ളൂ. ഞാൻ 2 മിനിറ്റേ വിളിച്ചുള്ളൂ. കേൾക്കായിരുന്നു 10 മിനിറ്റ് ആയിട്ട് അവിടെ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് ജോക്കി എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞതെന്നോ? അല്ല, കേക്കെടുത്ത് എന്താ പറഞ്ഞത്? കണ്ണിന്റെ കാര്യം. അത് കണ്ണിന്റെ ഒരു കേസ്. അല്ല ജോക്കി, നമ്മുടെ കൗണ്ട് വല്ലതും പറഞ്ഞായിരുന്നു? കണ്ണ് എത്ര ഉണ്ടെന്ന് വല്ലതും? നമ്മുടെ കൗണ്ട് എങ്ങനെ നമുക്കറിയാം? എനിക്കറിയാവുന്ന. അല്ല, എനിക്കറിയാം. നീ ലീഡർ അല്ലേ, നിനക്ക് അറിയത്തില്ലേ? അങ്ങനല്ല ജോക്കി. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാ, ഞാൻ കേക്ക് എടുത്ത് ഇതില്ലെന്നാ പറഞ്ഞത്. അതായത് ഗണ്ണ് കുറവാണെന്നാ കേക്ക് എടുത്ത് പറഞ്ഞത്. നമ്മുടെ ആകെ 100 കണ്ണിന്റെ കാര്യമല്ല, ഇത് വേറെ കണ്ണിന്റെ കാര്യമാണ്. ഞാൻ നമ്മുടെ 100 കണ്ണേ ഉള്ളെന്നാണ് പറഞ്ഞേക്കുന്നത്. കേക്ക് എടുത്ത് 100 കണ്ണോ? നീ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എവിടെ പോയി? 10 കണ്ണൂറ് ഇല്ലായിരുന്നോ? ജോക്കി ഒരു കാര്യം ചെയ്യും, കൺസൈൻമെന്റും അടിക്കാതെ. ഞാൻ ഒരു കാര്യം പറയട്ടെ ജോക്കി, ഈ ഗണ്ണൊക്കെ ഇവിടെ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയോ ജോക്കിക്ക്? വാറൊന്നും തോക്കാതെ അടിച്ചു തൂറ്റിച്ച് ഇത്രയും ദിവസം നിന്നോണ്ടാ. ഈ ഡോമിനൻസി നമുക്ക് കണ്ടിന്യൂസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്നൊന്നും ഇല്ല ജോക്കി. എല്ലാ ഗ്യാങ്ങിനും ഒരു അപ്പും ഡൗണും ഒക്കെ ഉണ്ടാവും. ഞാനാ ഡൗൺ പ്രതീക്ഷിച്ച് തന്നെ ഞാൻ നിൽക്കുന്നത്. നമുക്കൊരു 2 വാർ തീറ്റ അല്ല 2-3 വാർ തോറ്റാ തീരാവുന്ന ഗൺസേ നമ്മുടെ ഇപ്പോൾ ഉള്ളൂ. ജോക്കി, നമ്മുടെ കയ്യില് ഏകദേശം ഒരു 200, 275, 250 ഗണ്ണുണ്ടാവും. ഞാൻ ഇല്ല, ഞാൻ കൗണ്ട് ചെയ്തിട്ട് അത്രേ ഉള്ളൂ രായ. ഞാൻ കൗണ്ട് ചെയ്തിട്ട് അത്രേ ഉള്ളൂ. 200 മാക്സിമം എല്ലാം കൂടി. ഇനി എൻ്റെ നമ്മുടെ ഇല്ലാത്ത അല്ലെ വേറെ ആരെങ്കിലും കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ തന്നെ അതോടെ കൂട്ടിയ ഒരു 300-നകത്ത് ഗണ്ണേ ഉള്ളൂ നമ്മുടെ കയ്യില്. 300 ഗണ്ണുണ്ടാവും. 277 വരെ കൗണ്ട് ചെയ്തു. ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും 23 ഗണ്ണ് എവിടെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 23 ഗണ്ണോ? ബാക്കി എത്ര എണ്ണം മിസ്സിങ്? അല്ല, 300 ഗണ്ണ് അതിൽ കൂടുതൽ ഉണ്ടായിരുന്നെന്നാണ് ഞാനും പ്രതീക്ഷിച്ചിരുന്നത്. എനിക്ക് അറിഞ്ഞൂടാ ജോക്കി എത്ര ഗണ്ണുണ്ടെന്ന്. ഏത് ചന്ദ്രനാ? എനിക്ക് അറിഞ്ഞൂടാ ചന്ദ്രനാ പരിപാടി തുടങ്ങി. ചന്ദ്രനെ കൊണ്ട് അന്ന് എണീപ്പിച്ചാണ്. അപ്പൊ അവൻ പറഞ്ഞത് 300 അവൻ എണ്ണിട്ട് എന്ത് പറഞ്ഞു? അവൻ പറഞ്ഞു 300 മോളോട്ടുണ്ടെന്ന്. അവൻ ഇരുന്ന് എണ്ണായിരുന്നു 350 വരെ എണ്ണി. അതല്ലേ ഞാൻ പറഞ്ഞു. അല്ലല്ല, ഞാൻ പറയട്ടെ, നമ്മള് 2 പ്രീവാർ തോറ്റ്. ഒന്ന് MRCയുടെ കൂടെയും തോറ്റു, ഒന്ന് മറ്റേ ഇവരുടെ കൂടെയും തോറ്റു. CM-ന്റെ കൂടെ അല്ലേ? CM-ന്റെ കൂടെയും തോറ്റു. 2 പ്രീവാറിൽ തന്നെ 25 50 കണ്ണു പോയി. 50 കണ്ണ് അങ്ങനെ പോയി. അതാണ് വേറൊരു പ്രശ്നം. എന്തായാലും
കുഴപ്പമില്ല, നമുക്കൊരു കൺസൈൻമെന്റ് കൂടെ അടിക്കണം. ഞാൻ ഒരു കൺസൈൻമെന്റ് എന്തായാലും പറഞ്ഞിട്ടുണ്ട്. കൺസൈൻമെന്റ് അടിച്ചിട്ട് നമുക്ക് ഇതാക്കണം. ചന്ദ്രന് വീണ്ടും ബാങ്ക് കിട്ടിയല്ലേടാ ഇവിടുന്ന്? എന്തോ എന്തോ എനിക്ക് അറിഞ്ഞോ. ഒരു മിനിറ്റ് ഇല്ല ഇല്ല ഇന്ന് ഉണ്ടായിരുന്നു. ഒറ്റ സെക്കൻഡേ, ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ലേ? രണ്ടിലൊന്ന് തീരുമാനം ഞാൻ ഇന്ന് എടുക്കുവാണേ. നിങ്ങൾ എൻ്റെ അടുത്ത്, ഞാൻ കുറച്ച് റൂഡായിട്ട് ബിഹേവ് ചെയ്യും, നിങ്ങളുടെ അടുത്ത് ക്ഷമിക്കണം. എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ. എത്ര പേരുണ്ട്? ഇന്നലെ വരെ ഇവന്റെ പാട്ട് നമ്പാതെ പെണ്ണും പെണ്ണുങ്ങളെ നമ്പാതെ ആ സാധനമായിരുന്നു കേട്ടോ. ഇന്ന് അവന് റൊമാൻറ്റിക് പാട്ടായി. നേരത്തെ കള്ളം വേണ്ടി ഫോൺ എടുക്കുന്നില്ല. സരക്കിനൊന്നുമില്ല. അത് വെറുതെ ഇട്ടുകാരോ. അല്ല, ഞാൻ ചാറ്റിനകത്ത് പറഞ്ഞത്, ചാറ്റിന് വേണ്ടി പറഞ്ഞത്. എന്റെ മോണിറ്റർ ഇരുന്ന് വെട്ടുന്നെന്താ? ഞാനൊരു കാര്യം പറഞ്ഞേ വാസുടെ. ആണോ നിന്റെ സിനിമ വെടിപ്പൂച്ചയുടെ ഫസ്റ്റ് ലുക്ക്? വെടിപ്പൂച്ചല്ല, കാട്ടുപൂച്ച. എന്റെ ഡിസ്പ്ലേ ഇങ്ങനെ വന്ന് ഇതാവുന്ന നിങ്ങക്ക് കാണുന്നുണ്ടോ? ഹലോ, ഇല്ല ഗെയിമിനകത്ത് സ്ക്രീൻ ഇങ്ങനെ ബ്ലിങ്ക് ആവുന്ന നിങ്ങക്ക് കാണാവോ ലൈവില്? കേരളയിലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ ഏഷ്യാനെറ്റും കേരള. എടാ എനിക്ക് എന്ത് കഷ്ടകാലം എന്തോ ആണ് ഇത്. എന്താ എനിക്കിങ്ങനെ സംഭവിക്കണേ? ഇത് എന്റെ ഡിസ്പ്ലേ പോയാണ് ഇത്. അന്ന് ഈ 2 നെറ്റ്വർക്കിന്റെ പ്രശ്നമുള്ളൂ. എയർടെലിനില്ല, ജിയോനില്ല. ഇതൊക്കെ 12 ഉള്ളൂ. എടാ എനിക്ക് ആരോ കൂടുതൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് സിറ്റിയിൽ ആർക്കും കയറാൻ പറ്റുന്നില്ലല്ലോ. അല്ലല്ലേ, എനിക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട് ആരോ. ജോക്കി, എനിക്കില്ലാത്ത കഷ്ടകാലവും വള്ളിയൊന്നും ഇപ്പൊ ഇല്ല, മനസ്സിലായ? ഫോൺ വരുന്നില്ല. ഇത് എന്താടാ ഇത്? എന്താണിത് ഇങ്ങനെ PL വരുന്നേ? എനിക്ക് ബ്ലറായിരിക്കുവാ. എനിക്കുണ്ട് 21. നിങ്ങൾക്ക് ബ്ലറായോ? 22. എനിക്ക് നിങ്ങളെ പറയണ നിങ്ങൾക്ക് ബ്ലറായോ? ഈ വണ്ടി അനങ്ങുന്നില്ല, ഒന്നുമില്ല. ജാപ്പനീസ് ആർപിയ. ഹലോ ജോക്കി, കേക്കാവോ? ഹലോ 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 ഹലോ. എടാ എന്റെ തൽസ് ഒന്ന് എടുത്ത് നോക്കണേ ദയവ് ചെയ്ത്. മിന്നൽ അടിച്ചോണ്ടിരിക്കണ ജോക്കി. എടാ എന്തായാലും വെളിയിലോട്ട് വാ. 10:56 4 മിനിറ്റ് ടർഫ് തുടങ്ങും. ഇത് ഫോൺ എടുത്തപ്പോ ഫോൺ എടുത്ത ഒന്നും കൂടി എപ്പോൾ നമുക്കാണ് ചിലപ്പോ പോകാൻ ചാൻസ് ഉണ്ട്. പോയാ ഇല്ല, ഇത് ബ്ലറായിട്ട് തന്നെ ഇരിക്കുക. മറ്റേ മൗസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല 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 ഇല്ല, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നില്ല. അല്ല, വേറെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ PC-ക്കകത്ത്? അതൊക്കെ പറ്റുന്നുണ്ട്. ഞാൻ മൊബൈൽ എടുത്ത ശേഷമല്ലേ വന്നത്? വെളിയിലോട്ടോ വെളിയിലോട്ടോ വെളിയിലോട്ടോ. ജോക്കിനോ എടാ ഈ ഗോകു എന്താടാ ഇന്ന് എന്തോ ഇരുന്ന് കാണിക്കുന്ന കണ്ടത്? ഇവ ഇരുന്ന് ഇങ്ങനെ പേ പിടിച്ചതുപോലെ എന്തോ കാണിക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ കണ്ടില്ല ലൈവ് ഇടാൻ വരുന്നതിന് തൊട്ട് മുമ്പ്. അത് എന്തായിരുന്നത്? ഹലോ, ഈ ഗോകു ലൈവ് ഇട്ടിട്ട് എന്തോ മറ്റേ പേ ഒക്കെ വരൂല ആൾക്കാർക്ക്, അതുപോലെ എന്തോ കാണിക്കണവൻ. ലാസ്റ്റ് നിർത്താൻ അങ്ങനെ പറഞ്ഞിട്ടാ നിർത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അണ്ണനെ മതിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് എന്തോ പരിപാടി ഉണ്ട്, അവനെന്തോ പ്രശ്നമുണ്ട്. ചലഞ്ച് ആയിരുന്നെന്നോ? എന്ത് ചലഞ്ച്? ഓസ്ട്രേലിയൻ പട്ടിയ 67 ചലഞ്ചോ? 67 ചലഞ്ച് എന്താ?
സോ ഗൈസ് നമുക്ക് ടർഫ് ഉണ്ടെന്ന്, നമുക്ക് ടർഫ് കാണാം. TVA versus T47. TVA will be defending money turf. ടഫ് ലൈനപ്പ് ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ്. ടഫ് ലൈനപ്പ് ഇന്നത്തെ നീല്, വില്ലു, ജുഗ്രു, സ്നൈപ്പ്, മോബി, നീലൻ, ഡെസ്ട്രോ, സാവേജ്, സ്റ്റീവ്, ഏബല്, ഗോകു, കോച്ച്. ഓമ്പിച്ചല്ലേ ആരെ നീ നോക്ക് എന്താ മാസമായിരുന്നു. ഞാൻ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ ഞാൻ അവിടെ മാസ് ലുക്കിലൊക്കെ ഇരിക്കുവായിരുന്നു. അറിയാ വാറ്റിനൊക്കെ 6 PL എടാ നീ നിന്റെ അവിടെ നിന്നൊക്കെ കേറാ, ഇവിടുന്ന് ആർക്കും കേറാൻ പറ്റണ പോലും ഇല്ല കേട്ടാ. എനിക്കൊന്നും അതാണ് എല്ലാരും പീലടിച്ച് പോകുമ്പോ ഞാൻ അവിടെ ചിരിച്ചിരിക്കുന്നത്, ഒരു കുഴപ്പമില്ലാതെ. നീല് മെസ്സേജ് അയക്കുന്നു. നീല് ടൂറിന് പോകാൻ വേണ്ടി ഇവന്മാർക്കെല്ലാം ഒടുക്കത്തെ PL ആ. ഇത് എങ്ങനെ കളിക്കൂടാ ഇത്? ഇത് കണ്ടോ ഏഷ്യാനെറ്റ് സീനാണ്. മെയിൻ സെർവറിന്റെ പ്രശ്നമുള്ളതാണ് പറഞ്ഞിരുന്നത്. സെക്കൻഡറി സെർവർ 33 PL ആണ് ഇവർക്ക് എല്ലാവർക്കും. ഇതെങ്ങനെ കളിക്കുമെന്ന് KV ടർഫ് എന്താ അറിഞ്ഞൂടാ ബ്രോ, അറിഞ്ഞൂടാ. KV ടർഫ് എന്താടാ? ഇന്നലെ ഒരു ടർഫ് ഉണ്ടായിരുന്നു, അത് ജയിച്ചത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലണ്ടോ? ഞാൻ സിറ്റിയിലായിരുന്നു. നോക്കട്ടെ, ഗ്യാസ്ട്രോടെ നോക്കട്ടെ. ഡേവിസ് ആണെന്ന് തോന്നുന്നു. ഡേവിസ് EVX ആയിട്ടാണ്. KV വിന്നായിരുന്നോ? ആ KV വിന്നായി ഓൾറെഡി. ടർഫ് ലൈവ് അപ്പാപ്പനാണ്, അത് വേറെ ആയിരിക്കും. ആ അപ്പാപ്പൻ ഇവിടുന്ന് ഇതാക്കാൻ പറയട്ടെ. റീടർഫ് ആയിരുന്നോ? റീടർഫോ? ഇറ്റാച്ചി കിണ്ടി വില്ലു ഇല്ലേ ബ്രോ? ഞാൻ എങ്ങനെയാ ലൈനപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി വന്നിട്ട് പറയും ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ ലിസ്റ്റ് ഇടാൻ. ആ ലിസ്റ്റിൽ നിന്നാണ് ലൈനപ്പ് ഇടുന്നത്. ഇന്ന് കിണ്ടി പേരിട്ടിട്ടില്ല, ഇറ്റാച്ചി പേരിട്ടിട്ടില്ല, വില്ലു പേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വില്ലു ലൈനപ്പിലുണ്ട്. മനസ്സിലായ? അവൻ ലിസ്റ്റ് ഇട്ടില്ലായിരുന്നു പേര്. അല്ല, ബട്ട് എനിക്ക് തോന്നുന്നു ആരെങ്കിലും റീപ്ലേസ് ചെയ്യാൻ. ഇപ്പൊ നീലിനൊക്കെ PL ആയതുകൊണ്ട് ചിലപ്പോ റീപ്ലേസ് ആയിട്ട് കയറിയതായിരിക്കും. സിറ്റിന്ന് ബാൻ മേടിച്ചിട്ട് ഒരു കണ്ടി വന്ന് ഇന്ന് അവൈലബിൾ ലിസ്റ്റിൽ ഇട്ടേക്കുന്നു. ഡ്രീമർ ചന്ദ്രബോസ് എന്ന് കണ്ടി വന്ന് ഇട്ടേക്കണ്. കിക്ക് പോയിന്റ്സ് ആക്ടിവേറ്റ് ചെയ്യാവോ? അടാ അത് എങ്ങനെയായിരുന്നു ആക്ടിവേറ്റ് ചെയ്യുന്നത്? അത് ഞാൻ മറന്നുപോയി. നമുക്ക് ചാറ്റിൽ എന്നിട്ട് എൻ്റർ ആക്കുമ്പോൾ അത് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ വരും. അതങ്ങ് ഓൺ ആക്കി ഇട്ടിരുന്നാൽ മതി. പിന്നെ നിനക്കാണെങ്കിലും മോഡിനാണെങ്കിലും ചെയ്തിടാൻ പറ്റും. എനേബിൾ നൗ. എനേബിൾ ചെയ്ത് ഇനി എല്ലാവരും ഒന്ന് റിഫ്രഷ് ചെയ്താൽ അവർക്ക് പോയിന്റ് അല്ല കാണാൻ പറ്റും. വന്നു അടിച്ച് കളിക്കാൻ കുടിച്ചല്ലേ പറ്റേ ഫുള്ള്. നിങ്ങൾക്കൊക്കെ എത്ര പോയിന്റ് ഉണ്ട് നിങ്ങൾക്കൊക്കെ? ഓ ഇവിടുന്നാണല്ലോ തുടങ്ങണേ. അപ്പൊ സീറോയിന്ന്. അപ്പൊ നിങ്ങൾക്കൊക്കെ പോയിന്റ് ആവുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രഡിക്ഷൻ ഇടാം. അന്നേരം നിങ്ങളൊക്കെ ഗാംബിൾ ചെയ്താൽ മതി കേട്ടാ. ഒരു കാര്യം അറിഞ്ഞ ഗൈസ്, ഈ ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേ പൈസ വെക്കുന്ന ഗാംബ്ലിംഗ് ഒന്നും അല്ല. ഞാനിപ്പോ വെറുതെ ഓരോരുത്തന്മാര് കട്ട് ചെയ്തുകൊണ്ട് ഇട്ട് കളയാം. അതുകൊണ്ട് ഞാൻ പറയുക. ഈ റാംബോ ബ്രോ, താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. റാംബോ ബ്രോ 424 മെമ്പർഷിപ്പ് എന്തോ എടുത്തിട്ടുണ്ട് ഈ ചാനലിൽ ടോട്ടല്. ഗൈസ് ഇത് മറ്റേ, അതായത് ഈ ഗാംബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു PUBG മാച്ച് കളിക്കാൻ പോവാ. മാച്ച് കളിക്കാൻ നേരം നമ്മളിന്ന് ഡിന്നർ അടിക്കുവോ?
അടിക്കും. അപ്പം എസ് നോ ഇടും. അപ്പം അടിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ്സിനകത്ത് പോയിന്റ്സ് ഇടാം. അപ്പോൾ മാച്ച് കഴിയുമ്പം എന്താണോ സംഭവിച്ചത്, എസ് വോട്ട് ചെയ്തവർക്ക് വെച്ചതിനൊക്കെ കുറച്ചുകൂടെ എമൗണ്ട് കിട്ടും. അത് നിങ്ങൾക്ക് ഈ ചാറ്റിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സാണ്, വേറെ ഒരു പോയിന്റും ഇല്ല. അല്ല, അറിയാത്തവരുണ്ട്, അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അറിയാത്തവരുണ്ട്, അവരുടെ അടുത്ത് ഞാൻ ജസ്റ്റ് ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അതുപോലെ ഇപ്പൊ സ്ലാഷ് പോയിന്റ്സ് അടിച്ചിട്ട് കാര്യമില്ല, ഇതിൽ ബോട്ട് ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ ബോട്ട് ആഡ് ചെയ്തിട്ടില്ല ഗൈസ്, നിങ്ങളുടെ പോയിന്റ് അറിയാൻ പറ്റൂല. ഞാൻ ബോട്ട് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് താഴെ കാണിക്കും, ചാറ്റിന്റെ അടിയിലായിട്ട് നിങ്ങളുടെ പോയിന്റ് കാണിക്കും. കാണുന്നില്ലേ ചാനൽ പോയിന്റ് എന്ന് പറഞ്ഞ്? നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നിടത്ത് നോക്ക്, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നിടത്ത് ഒരു 3 ഡോട്ട് കണ്ടോ? ടൈപ്പ് ചെയ്യുന്നിടത്ത് ഒരു 3 ഡോട്ട്. അവിടെ 0 ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക്. അപ്പം വാച്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ് കിട്ടും. ആ പോയിന്റ് വെച്ച് ചുമ്മാ ഗാംബിൾ ചെയ്ത് ചാനലില് ടോപ്പ് ഇതായിട്ട് വരാന്നുള്ള ഒരു ഇതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇനി തൊട്ട് എല്ലാ ദിവസവും ഇട്ടിട്ട് ചാനലില് ടോപ്പായിട്ട് നിൽക്കുന്ന 3 ഗാംബ്ലേഴ്സിന് നമുക്ക് ചാനലില് ടോപ്പായിട്ട് നിൽക്കുന്ന ആ 3 പേർക്ക് നമുക്കൊരു ക്യാഷ് പ്രൈസ് വെക്കാം എല്ലാ മാസവും. ഓക്കെ അല്ലേ? അല്ലല്ലേ, നീ മറ്റേ ബോട്ട് സെറ്റ് ചെയ്യണമെങ്കിലേ ഏറ്റവും കൂടുതൽ മണിക്കൂർ കണ്ട ആൾക്കാരെ കാണിക്കും എൻ്റെ അത്. ടോപ്പേടാ നീ അതല്ല, നീ അത് കളിച്ച് സ്റ്റോപ്പ് വാ, അന്നേരം സെറ്റ് ആക്കാം നമുക്ക്. പോയിന്റ് കിട്ടി. എനിക്കിതുവരെ ഒരു പോയിന്റ് പോലും കിട്ടിയിട്ടില്ലല്ലോ എന്റെ സ്വന്തം ചാറ്റായിട്ട്. സ്ട്രീമറിന് കിട്ടൂല? അതെന്താ? നമുക്കല്ലേ ഉള്ള ഇത് പരിപാടിയാണല്ലോ. അപ്പൊ ഞാൻ എന്റെ ഇതിനകത്ത് വ്യൂവർ ആയിട്ടല്ലേ എന്റെ കണ്ടോണ്ടിരിക്കുന്നേ? വേറെ അക്കൗണ്ടിൽ നോക്കാം. വേറെ അക്കൗണ്ടിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. ടർഫിന് നമുക്ക് പ്രഡിക്ഷൻ ഇടാം. അല്ല, ടർഫില് നിങ്ങൾ പ്രഡിക്ഷൻ ഇട്ടാ നിങ്ങള് അത് വേണ്ട. ടർഫില് ഞാൻ ഇന്നത്തെ ഇടാൻ പോണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രഡിക്ഷൻ ഇടട്ടെ? ഒരു 5 മിനിറ്റ് ഇട്ടാ മതി പ്രഡിക്ഷൻ. എല്ലാവരും പോയിന്റ് ആകുമ്പോ പിന്നെ ഒരു ആഡ് ചെയ്യും. ഇപ്പൊ തന്നെ എനിക്ക് 10 കയറി. അതെപ്പോ എല്ലാവരും 10 ആയിട്ടുള്ളൂ, അതാ പറഞ്ഞു. നിങ്ങളുടെ പോയിന്റ് പോകുന്നതനുസരിച്ച് വേണം വോട്ട് ചെയ്യാൻ കേട്ടാ. ഇന്ന് ഇതിനകത്ത് ഞാൻ ഒരാളെ ചൂസ് ചെയ്യാം. ഇന്ന് ഡെസ്ട്രോ 3 പിക്ക് എടുക്കോ ഇല്ലയോ? ഇന്ന് ഡെസ്ട്രോ 3 kills. ഡെസ്ട്രോ 3 kills. അതൊരു ടൈം ലിമിറ്റ് ഒന്ന് കൂട്ടണേ. അല്ല, നമുക്ക് 30 മിനിറ്റ് കൊടുക്കാം. ടൈമർ വന്നേട്ടാ, 40 സെക്കൻഡ്സ് വന്നേ. ഓപ്ഷൻ 1 എസ് 40 സെക്കൻഡോ? സെക്കൻഡ്സ് വന്നു. ടർഫ് സ്റ്റാർട്ട് ആയോ? 40 സെക്കൻഡ് 30 സെക്കൻഡ്. ഓക്കെ. സ്റ്റാർട്ട് പ്രഡിക്ഷൻ. പ്രഡിക്ഷൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഇല്ല, ഇവിടെ ആർക്കും പോയിന്റ് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഇതേ ഉള്ളു കേട്ടോ. ആർക്കും പോയിന്റ് ഇല്ല ഇവിടെ. അങ്ങനെ പോയിന്റ് കുറവല്ലേ എല്ലാവർക്കും? പോയിന്റ് ഇല്ലല്ലോ, 10 ഉള്ളു എല്ലാവർക്കും. ഈ ഫ്ലാഷ് പോയിന്റ്സ് ഇടുമ്പോ അവർ ഇതിൽ കാണിക്കോ ഡിസ്പ്ലേയിൽ? ഇല്ല, കാണിക്കൂല. ആ ബോട്ട് ആഡ് ചെയ്തിട്ടില്ല. അല്ല, എനിക്ക് പ്രഡിക്ഷൻ വന്നില്ലല്ലോ. ആരാണ് ടീംസിന്റെ അടുക്ക പോയ ആരാണ്? അതാ പോയിന്റ് ചെക്ക്. ഓക്കേ ഗൈസ്, അപ്പോൾ ഇതാ G47 ലൈവ് ഇടണം. ഇത് എത്ര വണ്ടിയുണ്ട്? ഇത് എങ്ങനെ ഉണ്ട്? ഞാൻ പ്രൊഡിക്ഷന്റെ പോയിന്റ് കാണാൻ എങ്ങനെ ഇരിക്കും? നോക്കി ഇവിടെ ഉണ്ടല്ലോ, അതെ വെള്ളി കളറിലിരിക്കും. എത്ര പേരാ? 14,700 പോയിന്റ്സ് എസിലും 10,000 പോയിന്റ് നോയിലും. 15,000 പോയിന്റ്സ് എസിലും വന്നിട്ടുണ്ട് കേട്ടാ. നമുക്ക് നോക്കാം. എല്ലാരും വോട്ട് ചെയ്യട്ടെ. ഓക്കെ, വന്നിട്ടുണ്ട്. അവര് ഈ ഒരു ഏരിയ ബാക്കി ഒറ്റക്കൊക്കെ അവരോട് വരുമല്ലോ. 4 വണ്ടി ഇവിടെ ടീംസിന്റെ ഓൾറെഡി ഈ ഒരു ഏരിയയിൽ. ബോണസ് പോയിന്റ് അവർ എടുത്തോട്ടെ. കറന്റ് ടീമിന്റെ 12 പേർ സോണിലും ടീംസിന്റെ ആരും സോണിലോട്ട് കയറിയിട്ടില്ല. ടീംസിന്റെ ഒരു വണ്ടി താഴോട്ട് വെക്കാം എന്റെ ഫേസ് ക്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഫേസ് ക്യാം കൂടെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി പോകും. അല്ല, എന്നാൽ 2 സൈഡും ഫില്ലായി പോടാ.
ഓക്കെ വീണ്ടും ഇപ്പൊ okay ആണോ? അവരപ്പോ Okay. ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ദാമു പിപി ഫ്ലെക്സർ ജോഡക്സ് ഓക്കെ അല്ലേ? ടീവ് അടിച്ചേർന്നോ? ടീവ് അടിച്ചേരാ കിക്കിന്റെ ലോഗോയും കൂടെ മുകളിൽ. ഓ കിക്കിന്റെ നമ്മൾ ഫേസ് ക്യാം ഓക്കെ അവരിവിടുന്ന് ഓക്കെ അവർ അറ്റാക്കിംഗ് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. നോക്കിയനെ അവർ ഉപേക്ഷിച്ചിട്ട് പ്രഡിക്ഷൻ അടിക്കണ്ട, ഫ്ലാഷ് പ്രഡിക്ഷൻ അടിക്കണ്ട. ചില്ല മേളിലും നിങ്ങൾ റീഫ്രഷ് ചെയ്താൽ മതി. പ്രഡിക്ഷൻ അടിച്ചാലൊന്നും വരൂല. എത്തിയിട്ടുണ്ട്. ചില്ല ടർഫാണ് ടർഫാണ്. ഇതാണ് ഞാൻ ഇതൊന്നും ആഡ് ചെയ്യാത്ത. ചാറ്റ് പിന്നെ കാണാൻ ഒരു രസം ഉണ്ടാവൂല. കളിക്കുന്ന പ്ലേയേഴ്സിന്റെ കൗണ്ട് സ്ലാഷ് പോയിന്റ് ഇല്ല. സ്ലാഷ് ഇല്ല, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ. 3 6 പ്രഡിക്ഷൻ എന്നൊക്കെ 1 10 സോ ഗൈസ് ഞാൻ ഒന്നുകൂടെ പറയുക, ടർഫ് നമ്മുടെ പോയാല് ഞാൻ വേറൊരു ടർഫും ടിവിയെ നോക്കത്തില്ല. ഈ ടർഫ് തിരിച്ചടിക്കാൻ മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. ടർഫ് ടിവിയുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ പറയാം, നമ്മൾ വേറെ ടർഫ് നോക്കുന്നില്ല, ഈ ടർഫ് തന്നെ നോക്കുന്നുള്ളൂ. ഈ ടർഫ് തന്നെ കളിക്കാനാണ് നമുക്ക് താല്പര്യം. ഈ ടർഫ് പറ്റുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം ഇത് ഡിഫെൻഡ് ചെയ്യും. ഇതിന്റെ കൂടെ നമ്മൾ ഒരു ടർഫ് കൂടെ നോക്കുന്നുണ്ട്. ഇത് നമ്മുടെ പോയാലും ഇത് ഞാൻ തിരിച്ചടിച്ച് തരും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇതിപ്പോ സോൺ റൊട്ടേഷൻ സോൺ എൻട്രി എടുത്തിരിക്കുകയാണ്. ഒന്നും പറയാൻ പറ്റില്ല. കളിക്കുന്നവർ കളിക്കും. ഈ ഒരു പ്ലേ എന്താ പേരെന്തുവായിരുന്നു, പാർക്കിങ്ങിലോട്ടാണ്. പാർക്കിംഗ്. സോ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. അപ്പേ മോബി അവിടെ ഇറങ്ങി ഒരു ഫയർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്ന് തോന്നുന്നു. ഓ ചോര തെറിച്ചില്ല അവിടെ. കേട്ടെ മോബി 20 FPS ഇറങ്ങി മറ്റേ അടിക്കാനൊക്കെ ഉള്ള പരിപാടി കേട്ടാ. എന്തോ കൊടുത്തു നീ ക്യാം വലുതാണോ? ബ്രാവോടെ ക്യാം അത്ര തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ താഴെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ക്യാമറ ഭയങ്കര വൃത്തികേടായിട്ട് വരും. അതുകൊണ്ടാ. എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്. 18K വാച്ചിങ് ദ സ്ട്രീം. എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം. ഓക്കെ കറന്റ്ലി അവര് മറ്റേ നോക്കിയുടെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അറ്റാക്കിംഗ് പൊസിഷനിലോട്ട് ഡ്രാഗ് ചെയ്യാവളെ. അതായത് മറ്റേ റിപ്പയറിങ്ങിനാണ് കേട്ടോ. ഓക്കെ T47 ഈ ഒരു ഏരിയാസ് അവര് വണ്ടി ഇട്ട് ഹോൾഡ് ചെയ്യണം. ആരാ ബ്രാവോക്ക് PL നോക്ക്. ഇങ്ങേർക്ക് മാത്രം എന്തോ സെർവറിൽ മറ്റേ ഫസ്റ്റ് കയറി ഇരിക്കാനുള്ള സാധനം എന്തോ സെറ്റ് ചെയ്തേക്കോ. നമ്മളൊക്കെ ഏതോ കുന്നുങ്ങളെ സെർവറിലും ഇങ്ങേരെ പറ്റി കിടില സെർവറിലും. ഇങ്ങേർക്ക് കയറാനുള്ള സെർവറാണ് ഇയാൾ മാസം പൈസ നമ്മൾ നോർമൽ ആ ഒരു ഡിഫൻസ് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. 4 പേര് ചന്ദ്രന്റെ ബിൽഡിംഗ്. അതെന്താ 4 പേര് ചന്ദ്രൻ T47 കളിച്ച അതേ 3 ബിൽഡിങ്സ് തന്നെയാണ് TVM ആ ഒരു ഡിഫൻസ് സ്ട്രാറ്റജി സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. കറന്റ് സിനാരിയോസ് വണ്ടികൾ റൊട്ടേഷനിലാണ്. T47 പ്ലേ ഗ്രൗണ്ട് ഏരിയ ആണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. അവരുടെ 4 വണ്ടി അവരുടെ ഒരു വണ്ടി അവരുടെ കത്തിപ്പോയ പ്ലെയറിനെ പിക്ക് ചെയ്യാനാണെന്ന് തോന്നുന്നു. പോയോ അവിടെ ഉണ്ട് കത്തിപ്പോയ ഒരു വണ്ടി അവിടെ. ഓക്കെ ഒരു സോൺ ഷിഫ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ സോൺ ഷിഫ്റ്റ് അല്ല, സോൺ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ആവുന്നത് എന്നൊരു 3 മിനിറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. നീൽ എനിക്ക് ഇതയച്ചായിരുന്നു 35 PL അവന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ. നീൽ കേറിയോ? നീല് കളിക്കുന്നുണ്ടോ? നീലാണ് ഇറ്റാച്ചിയാണ് കളിക്കുന്നത്. ഇറ്റാച്ചി അല്ലേ? അവന് കേറാൻ പറ്റുന്നില്ല കേസാണ്. അവരുടെ ആ ഒരു വണ്ടി ലാസ്റ്റ് 4ാമത്തെ വണ്ടി 5ാമത്തെ വണ്ടി അവിടെ പോയി. 5ാമത്തെ വണ്ടി ഇനിയും എത്തിയിട്ടില്ല. അവരുടെ 4ാമത്തെ വണ്ടി ഈ ഒരു ഏരിയയിലോട്ട് വന്നിരിക്കുകയാണ്. അവര് ഓക്കെ അവർ ഈ ഒരു അഗ്രസീവ് പുഷിലോട്ട് അവർ കടക്കുകയാണെന്ന് തോന്നുന്നു. അവർ വേറെ ഒരു ടാക്സി ബിൽഡിങ്ങിലോട്ടാണ് വന്നിറങ്ങിയിരിക്കുന്നത്. അവരെ നോക്കിയ W ആ ഒരു ആംഗിളിലോട്ട് എത്തിയിട്ടുണ്ട്. അല്ല ഞാൻ പറയുന്നത് ഇവിടെ ഇങ്ങോട്ടാണ് വരുന്നെങ്കിൽ പണിയായി. അവര് ഡിഫെൻഡിങ്, നമ്മൾ അറ്റാക്കിങ്. ഈ വണ്ടിയുടെ ടയർ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കറന്റ് സിനാരിയോയിൽ T47 2 വണ്ടികൾ അല്ലെങ്കിൽ 3 വണ്ടികൾ പ്ലേ ഗ്രൗണ്ട് ഏരിയയിലും. വീണ്ടും ഒരു ടയർ നഷ്ടപ്പെട്ടൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. 2 വണ്ടികൾ പ്ലേ ഗ്രൗണ്ട് ഏരിയയിലുമായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്ത് നല്ലൊരു ഏരിയ അവർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഏരിയ കൺട്രോൾ ഇപ്പോൾ T47 ആണ് കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ
അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടാണ് വരാൻ പോകുന്നത്? ഇനി ഒരു മിനിറ്റ് 32 സെക്കൻഡിൽ നമുക്ക് അത് അറിയാൻ സാധിക്കും. നെഞ്ചടിക്കുന്നോ? നിങ്ങൾക്ക് എങ്ങോട്ടാണ് തോന്നുന്നത് ഈ സോൺ ഷിഫ്റ്റ് എങ്ങോട്ട് പോകും? പോയാൽ നമ്മൾ വീണ്ടും അടിച്ചെടുക്കും, അത്രേ ഉള്ളൂ. ഈ ടർഫ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ്. അത് നിനക്ക് തന്നെ കാണാം. അപ്പോട്ടാ ഇതിങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ചടങ്ങാണിത്, മനസ്സിലായ? ഈ ഒരു ജമ്പ് ചെയ്ത് അതിന്റെ മണ്ടക്കോട് കേട്ടിച്ചു, പക്ഷേ അത് താഴെ പോയി. പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വെൽ ട്രൈഡ്. കാണാം ഒന്നുകൂടെ കറങ്ങി വരും. T47 ഈ വണ്ടി മുകളിൽ കയറ്റുന്ന പരിപാടി നമ്മൾ ഇല്ലെന്ന് തന്നെയല്ലേ പറഞ്ഞത്? കാരണം ബ്രോ കേവലം മറ്റേ പോയിന്റിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ പ്രഡിക്ഷനും പറയുന്നു ഇടാത്തത്, മനസ്സിലായോ? ജാമായി കേട്ടോ. സോണ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. നമ്മുടെ കോമൺ വണ്ടി തന്നെയല്ലേടാ അത്? പോക്ക് കേട്ടാ അത്. ഇവിടെയുള്ള പല ഗ്യാങ് വണ്ടിയേക്കാളും അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, മൊത്തത്തിൽ ടിവിക്ക് അൺഫെയർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സോണാണ് വന്നിരിക്കുന്നത്. എന്റെ പൊന്നേ, മൊത്തത്തിൽ അഡ്വാൻറ്റേജ് നഷ്ടമായിരിക്കുകയാണ് ഡിഫെൻഡിങ്ങിന്റെ. കറന്റ് സോണിന്റെ കൺട്രോൾ ഉള്ളത് T47 കയ്യിലാണ്. നല്ലൊരു അഡ്വാൻറ്റേജ് പൊസിഷനിലാണ് T47 ഇപ്പോൾ കറന്റ് ഈ ഒരു സോണിൽ നിൽക്കുന്നത്. ഇത് എങ്ങനെ ടിവിയെ ക്യാപിറ്റലൈസ് ചെയ്ത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ സോൺ കിട്ടിയിട്ടില്ല ഗൈസ്. നമുക്ക് ഈ എന്റെ ഈ ടർഫില് നമ്മൾ ഈ ഇതിനകത്ത് കിട്ടി ഒരു കളി പോലും നമുക്ക് സോൺ കിട്ടിയിട്ടില്ല. ഒരു കളി പോലും, ലിറ്ററലി ഒരു കളി പോലും. എന്താണ് T47 ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും T47ന്റെ നെക്സ്റ്റ് മൂവ്? എന്തായിരിക്കും ടിവിയുടെ നെക്സ്റ്റ് മൂവ് എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. T47 ഈ ഒരു ഏരിയ കൺട്രോൾ എടുത്തിട്ടുണ്ട്. എന്താണ് T47 ചെയ്യാൻ പോകുന്നത്? കറണ്ട് കൺട്രോൾ T47 കയ്യിലാണ്. കറണ്ട് സോണും T47 കയ്യിലാണ്. എങ്ങനെയാണ് T47 ഇത് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്? ഈ മേളിരിക്കുന്ന വണ്ടിക്ക് എന്ത് പറയും? മേളിലിരിക്കുന്ന വണ്ടിക്ക് ടാക്സി ബിൽഡിങ്ങിന്റെ വണ്ടി കയറ്റിക്കൂടുന്നുണ്ടെന്നാ മണ്ടയില് ഓൾറെഡി ഇൻഫ്ലുവൻസ് 78 തൽക്കാലം. അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. വണ്ടി റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓ, നല്ലൊരു ബിറ്റ് ഫ്രം ദാമു പിപി ആ വണ്ടിക്ക്. ബട്ട് അവര് നല്ലൊരു സ്പ്രേ. എങ്ങനെ ബ്രോ, മണമുണ്ടോ? ജമ്പ് അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? 4 പേരാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഇറ്റാച്ചി ആ ഒരു ഏരിയയിൽ വരുന്നു. കാല് തന്നെ മേളിൽ കയറി എന്താണ് ടിവിയെ ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ വീണ്ടും അടിച്ചെടുക്കും, അത്രേ ഉള്ളൂ. ചിൽ, നമ്മൾ അടിച്ചെടുത്ത് തന്നില്ലേ, തിരിച്ച് അതേപോലെ നമ്മൾ അടിച്ചെടുക്കും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ചില ദിവസം നമുക്ക് ഈ സോൺ ഡിസഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് ബാധിക്കും നമ്മളെ. പിന്നെ KVക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുമല്ലോടാ. അവരെന്നോട് ടർഫിന് മുന്നേ ചോദിച്ചു വണ്ടി അവർക്ക് ചടിച്ച് കയറ്റാമെന്ന്. ഞാൻ പറഞ്ഞു പറ്റൂല എന്ന്. അപ്പം എന്നോട് ചോദിച്ചു തുടങ്ങിയിട്ട് പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റൂല എന്ന്. ഇത് അങ്ങനെ ഇടരുതെന്ന് പറഞ്ഞാൽ മതി. അവിടുത്തെ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ബിൽഡിങ്ങിന്റെ മേളിൽ വണ്ടി ഹോൾഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ 2 മിനിറ്റ്സ് ഹോൾഡിൽ പറ്റത്തില്ല. വൺ വേ ബ്ലോക്ക് ആക്കിയേക്കും. അത് എനിക്ക് അറിഞ്ഞൂടാ. ആ റൂളൊന്നും എനിക്ക് അറിഞ്ഞു. ആ സൈഡിൽ നിന്ന് ഓടി വരുമ്പോഴാണ് അവിടെ നിന്ന് ആ വണ്ടിയുടെ കവർ വെച്ച് അടിക്കാൻ പറ്റും. എന്താണ് അത് റൂളാക്കിയിട്ടേ ഇനി എടാ എല്ലാം എഴുതിയിടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടൊരു സിനാരിയോ ആണ്. ഇൻഫ്ലുവൻസ് 50. എടാ നമ്മുടെ ടിവിയിൽ ആൾക്കാർ ആരും സോണിനകത്തില്ല. അതുകൊണ്ടാണ് അവർ സോൺ എടുത്ത് ഓൾറെഡി മനസ്സിലായോ? അതുകൊണ്ടാണ് അവരിപ്പോ ഇതിനു വേണ്ടി കളിക്കും. ഇപ്പൊ തിരിച്ചു കയറണം. 38 ഉണ്ടോ? 38 ഇൻഫ്ലുവൻസ്. ആ ഒരു ഏരിയാസിൽ നിന്ന് വണ്ടി എടുത്ത് ഭയങ്കര സ്പീഡിൽ പോയല്ലേ? ഒരാളെ T47 കയ്യിലാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോണിന്റെ ഒരു കൺട്രോൾ T47 ഇപ്പൊ എടുത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ കയ്യിലാണ് ഇപ്പോൾ കറന്റ്ലി ഈ ഒരു സോണിന്റെ ഭൂരിഭാഗം ഇൻഫ്ലുവൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെ ടിവിയെ ക്യാപിറ്റലൈസ് ചെയ്ത് തിരിച്ച് ഒരു കംബാക്ക് അടിക്കുന്നത് നമുക്ക് കണ്ടു എന്നറിയാം.
യെസ് ടീമിയുടെ ഇൻഫ്ലുവൻസ് സോണോട്ട് നിൽക്കുന്നതോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കറന്റ് 26% മാത്രമാണ് ടീമിയുടെ ഇൻഫ്ലുവൻസ് T47 സൈഡിലോട്ട് ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ കറന്റ് 24% മാത്രമാണ്, പുഷ് ചെയ്യും. നോക്കിയോ, അതാണ് നടക്കാൻ പോണത്. 8-9 പേര് ആ ബിൽഡിംഗിൽ 22% മാത്രമാണ് ഇൻഫ്ലുവൻസ് ഉള്ളത്. ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ടിവിയുടെ കയ്യിൽ നിന്നും ഈ ഇൻഫ്ലുവൻസ് മൊത്തത്തിൽ നഷ്ടപ്പെടുന്നതായിരിക്കും. ഇതിപ്പം ടാക്സി ബിൽഡിങ്ങിലുണ്ട്. പിന്നെ ഓക്കെ, ഇവിടെ വിസ്ഡം ആൻഡ് അസൻസിയോ പുഷ് ചെയ്ത് അവിടെ നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട് ഇറ്റാച്ചിക്ക്. ഈ ഇറ്റാച്ചി അവിടുന്ന് വണ്ടി ആ ഒരു ഏരിയ തന്നെ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. മാത്രം സോണിലുള്ളതാ. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയത്തിലാണ് എന്ന് തോന്നുന്നു. കറന്റ്ലി അവരെല്ലാം ഈ ബിൽഡിംഗ് ഉണ്ടോ? ഈ 3 എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? ഈ 3 ബിൽഡിംഗിലാണ് ഇരിക്കുന്നത്. അമ്മേ, ഒരു സോണോട് ഇല്ലേ, അതുകൂടെ നോക്കിയിരിക്കുവായിരിക്കും. ഓക്കെ, ഇറ്റാച്ചി ഈ ഒരു ഏരിയയിൽ നിന്ന് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സോൺ ചെറിയുമ്പോ അവിടുന്ന് വലുതായ ഓക്കെ, ഈ ഒരു ആംഗിൾ ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ആംഗിൾ ഹാർഡ് റഷ് ചെയ്തിട്ടുണ്ട് ടിവിയെ. ഈ ഒരു ആംഗിൾ ഒരു ഹാർഡ് റഷ് ആണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ടിവിയുടെ വക. T47 ആഷിനെ ജുഗ്രു ആ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ജുഗ്രു ആഷിനെ കണ്ടില്ല. ജുഗ്രു സ്പോട്ടിയോ നോക്കിയുടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പ്രേ നോക്കിയക്ക്. ഓക്കെ, ആഷ് ജുഗ്രുവിന്റെ സ്പോട്ട് ആഷിന്റെ അണ്ണാക്കിലോട്ട് ചാടിയിട്ടുണ്ട്. ആഷിനെ ജുഗ്രു പുഷ് ഫ്രം ടിവിയെ. ഓക്കെ, T47 നല്ലൊരു ആംഗിൾസ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. T47 പുതിയ ആംഗിൾസിലോട്ടാണ് അവർ വന്നോണ്ടിരിക്കുന്നത്. T47 ദാമുവിന്റെ വണ്ടി അവിടെ അടുപ്പിക്കുന്നില്ല, അത് പിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്പ്രേ ലോങ്ങിലുള്ള ഈ ഒരു വണ്ടിക്കാണ് വന്നിരിക്കുന്നത്. അസൻസിയോ വിസ്ഡം ആൻഡ് നല്ലൊരു സ്പ്രേ മോബി ആ ഏരിയയിൽ ആ വണ്ടി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കറന്റ്ലി T47 ഈ ഒരു ഏരിയാസിലോട്ട് മാറി T47 രണ്ട് പ്ലേയേഴ്സ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. T47 3 പേരെ സോണിലോട്ടുള്ളൂ. നല്ലൊരു സ്പ്രേ ഫ്രം അഗൈൻ ടിവി. ഈ ഒരു ഏരിയ മൊത്തത്തിൽ കറന്റ് ടിവിയെ ഡിസഡ്വാൻറ്റേജ് മാറ്റി അതൊരു അഡ്വാൻറ്റേജിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. കറന്റ് സിനാരിയോ T47 കയ്യിൽ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് തിരിച്ചിട്ടുണ്ട്. ഇത് T47 ഇപ്പൊ 2 പ്ലേയേഴ്സിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സോൺ വരുമ്പോ ഇതിനകത്താണോ അതോ മറ്റേ പുറത്തുള്ള ടിവിയുടെ വണ്ടികൾ ഇവിടെ റൊട്ടേഷനിലാണ്. ബാക്കിയുള്ള പ്ലേയേഴ്സ് പൊസിഷനിൽ T47 കയ്യിൽ ഉണ്ടായിരുന്ന അഞ്ച് സെക്കൻഡിൽ 2% വെച്ചാണ് കുറയാൻ പോകുന്നത്. നമ്മൾ നോക്കിയ ടിവിയുടെ ഓക്കെ, ഈ ഒരു ഏരിയ വന്ന് വണ്ടി നിർത്തി നല്ലൊരു സ്പ്രേ. ആ ഒരു ഏരിയയിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ദാമു, ജോഡക്സ് അശ്വിൻ ആൻഡ് പെക്സറിന്റെ വണ്ടികളാണത്. ഓ, നല്ല പമ്പര കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽപ്പാർ കാണാത്തോണ്ട് നമുക്ക് ടാഗ് കൊടുത്തെന്ന് അറിയാൻ സാധിക്കുന്നില്ല. ഈ പാർക്കിൽ ഇത്രയൊരു ഏരിയയിലോട്ട് ചുരുങ്ങിയിട്ടുണ്ട് T47. എങ്ങോട്ട് മൂവ് ചെയ്യുമെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ടിവിയെ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്ത്. ഓക്കെ, T47 വണ്ടി ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. സ്പോട്ട് ചെയ്തിട്ടില്ല കറന്റ് സിനാരിയോയിൽ. ഓക്കെ, സ്പോട്ട് ചെയ്തെന്ന് തോന്നുന്നു. എടാ, ഞാനൊരു കാര്യം പറയാം. നമുക്കിവിടെ IGL പൊട്ടൻഷ്യൽ ഉള്ള കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ നീലൻ ഇല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിട്ട് എന്താ പറയാ, മോബി ഉണ്ട്, ഇറ്റാച്ചി ഉണ്ട്, ജുഗ്രു ഉണ്ട്. ഞാൻ പറയാം, സ്നൈപ്പ് നല്ലപോലെ ഗോള് വിളിക്കും. എല്ലാരും കളിക്കുന്നവരാ. അങ്ങനെ ഡിപ്പെൻഡൻസിൽ ഇപ്പം പറഞ്ഞില്ലേ, അത് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക്. ആ ഒരു സിങ്ക് ഉണ്ട്, സിനർജി ഉണ്ട്, അവർ കളിച്ചോളും. കോച്ചുണ്ട്. കോച്ചിനിപ്പോ ഏകദേശം അത്യാവശ്യം നല്ല ഐഡിയ ഉണ്ട് ടർഫിനെ പറ്റി, ഇതിനെ പറ്റിയൊക്കെ. ഖാലിദിന്റെ വണ്ടിയുടെ ടയർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഇൻഫ്ലുവൻസ് ബാക്ക് ആയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു സോൺ ഷിഫ്റ്റ് 2 മിനിറ്റ്. സോൺ ഷിഫ്റ്റ് അല്ല, എങ്ങോട്ടാണ് എന്നുള്ളത് 2 മിനിറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കും. അടുത്തൊരു സോൺ ഷിഫ്റ്റ് 20-ാം മിനിറ്റിൽ സംഭവിക്കുന്നതായിരിക്കും. കറന്റ് സിനാരിയോ ടിവിയെ അതൊരു അവരുടെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റി. T47 2 പ്ലേയേഴ്സിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. T47 ട്രെയിൻ ഒന്നും എടുക്കാൻ സാധിച്ചില്ല ആ ഒരു പിക്കിൽ. നമ്മൾ കില്ലിസ് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ മറന്നതുകൊണ്ട് നമുക്ക് ഈ 2 പിക്കേ കാണാൻ സാധിക്കത്തുള്ളൂ.
മെസ് ബോയ് ഗോക്കു ടി വി ആഷിനെ പിക്ക് ഓഫ് ചെയ്തു. ടി വി ജുഗ്രു നോക്കിയനെയാണ് പിക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. ബിൽഡിംഗ് വണ്ടി കയറി കേട്ടോ പറയണേ. എടാ വണ്ടി മേളിടാൻ പറ്റത്തില്ലേ കേട്ടോ. ലവ് ഫ്രം MRC. താങ്ക് യു സോ മച്ച് ബ്രോ. ഓക്കെ T47 ഈ ഒരു ഏരിയയിലോട്ട്. ഓക്കെ അടുത്തൊരു സോൺ ഷിഫ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിലോട്ടാണ്. നമ്മുടെ വന്നിരിക്കുന്നത്. ഈ ഒരു എവിടെ നിൽക്കുന്നു അതിന്റെ ഓപ്പോസിറ്റിലോട്ടേ സോൺ പോവുള്ളൂ. ഇപ്പൊ എല്ലാം ഇവിടെ വരും. അത് എന്തൊരു കഷ്ടമല്ലേ. റേസ് ട്രാക്ക് വന്നു കൈ സോണ്. ഞാൻ പറഞ്ഞ ഇത് നമ്മളെ ഡിഫെൻഡിങ് അല്ല, ഇത് നമ്മളെ അറ്റാക്കിംഗ് ഇത് നമ്മുടെ അറ്റാക്കിംഗ് ലിറ്ററലി നമ്മൾ അറ്റാക്കിംഗ് ചെയ്യുന്നു. ഇത് നമ്മുടെ അറ്റാക്കിംഗ്. അപ്പൊ നമ്മുടെ ഫ്രീ വണ്ടി നല്ല സ്ട്രോങ് ആണല്ലേ. ഇൻഫ്ലുവൻസ് ആർക്കാണോ ഇൻഫ്ലുവൻസ് ഉള്ളത് അവരാണ് കളി ജയിക്കുക ഗൈസ്. കളിയുടെ പോക്ക്. കറന്റ് സിനാരിയോയിൽ കാരണം TVAക്ക് പുഷ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ T47 2 പ്ലേയേഴ്സിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. T47 ആണ് അറ്റാക്ക് ചെയ്തത്. T47 ആണ് പുഷ് ചെയ്യേണ്ടിയിരിക്കുന്നത്. TVA ആ ഒരു അഗ്രഷൻ കാണിച്ച് ഇനി ഒരു പുഷ് ചെയ്ത് കളിക്കേണ്ട ഒരു ആവശ്യം കറന്റ് സിനാരിയോയിൽ TVAക്ക് ഇല്ല. T47 ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എങ്ങനെ വെളിയിൽ വരുമെന്ന് നമുക്ക് മാച്ച് പോകെ കണ്ടറിയാം. അണ്ണാ സോൺ പർച്ചേസ് ആക്ക്. ഇത് എന്തേലും ചെയ്യണം. ഇൻഫ്ലുവൻസ് കൂടിയാ 88 TVAക്ക് അല്ലേടാ. ഇതാ മണ്ടറാണ് നീ. TVയുടെ 9 പേരുണ്ടെന്ന്. T47 റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് 3 പേരേ ഉള്ളൂ T47. ഓക്കെ സോൺ ഷിഫ്റ്റ് ആയിരിക്കുന്നു ഗൈസ്. നമ്മുടെ പുതിയൊരു സോൺ ഷാബ് ഉണ്ടോ? നമുക്ക് സോൺ ഷാബ് ഉണ്ടോ ടർഫിൽ? കറന്റ് ഈ എഡ്ജസിലെ സോൺ അവൈലബിൾ ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ആംഗിൾസിലോട്ടും ഓരോ പൊസിഷൻസിലോട്ടും പ്ലേയേഴ്സ് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. T47 ഡേ ട്രാക്കിൽ നല്ലൊരു പൊസിഷൻ T47 എടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 2 വണ്ടി സോൺ ഔട്ട് ആണെങ്കിലും അവർ തിരിച്ച് സോൺ ഇന്നിലോട്ട് പുഷ് ചെയ്ത് വരുന്നുണ്ട്. അവർക്ക് ഈ ഒരു ഇല്ല ഈ ഒരു ഏരിയയിലോട്ട് T47 മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അവർ ഈ ഒരു ബിൽഡിങ്സ് കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് T47 വരുന്നത്. കറന്റ് സിനാരിയോയിൽ T47 നല്ലൊരു ടാഗ് ജുഗ്രുവിന്റെ നല്ലൊരു ടാഗ് ഇട്ടിട്ടുണ്ട്. ബട്ട് ആ ഒരു പിക്ക് എടുക്കാൻ T47 സാധിച്ചില്ല. ജുഗ്രു അത് ഹീൽ ചെയ്തിട്ടുണ്ട്. ഏബൽ ജോസഫിനും നല്ലൊരു ജുഗ്രുവിന്റെ വീട് സ്പോട്ടിൽ നല്ലൊരു ടാഗ് ഇട്ടിട്ടുണ്ട്. ജുഗ്രു തല മാത്രമേ കാണുള്ളൂ. വെച്ചു കൊടുത്ത തല മാത്രമേ കാണുള്ളൂ. അവർക്ക് മുട്ട ആംഗിൾ അവിടുന്ന്. എന്താണ് വണ്ടിയുടെ മണ്ടയ്ക്ക് ചെയ്യാൻ പോകുന്നത്? കാരണം സമയം പൊക്കോണ്ടിരിക്കുകയാണ്. 20 മിനിറ്റാണ് ബാക്കിയുള്ളത്. 20 മിനിറ്റിൽ എന്താണ് T47 ചെയ്യാൻ പറ്റുന്നത്? T47 തിരിച്ച് 2 പിക്ക് എടുക്കാൻ സാധിക്കും. തിരിച്ച് 2 അല്ല 3 പിക്ക് എടുത്താൽ മാത്രമേ TVയുടെ ഇൻഫ്ലുവൻസ് കുറയുകയുള്ളൂ. കറന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 100% ഇൻഫ്ലുവൻസും തിരിച്ച് TVA എടുത്തിരിക്കുകയാണ്. എന്നാലും മിക്കവാറും ബാക്കിൽ കൊണ്ട് കുത്തി ഫൈറ്റ് എടുക്കാനും ട്രൈ ചെയ്യും. 2 സൈഡിൽ നിന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിടിച്ചതല്ലാന്നൊക്കെ പറയണ സ്റ്റീവ്. ഇവിടെ ഭയങ്കര ഡിസഡ്വാൻറ്റേജ് അല്ലേ നീല? ജോഡക്സ് അശ്വരാണ് ഇവിടെ കളിക്കുന്നത്. ഖാലിദ് ഉൾപ്പെടെ 4 പേരാണ് തേർഡ് ട്രാക്ക് ഹോൾഡ് ചെയ്യുന്നത്. T47 നല്ലൊരു ടാഗ് ശബ്ദം കേട്ടു. ഏവലിനുമാണ് ആ ഒരു ടാഗ് കിട്ടിയിരിക്കുന്നത്. ബട്ട് ഒന്നും പിക്ക് എടുക്കാൻ പറ്റുന്ന പുഷോ ടാഗോ അല്ല. റേസ് ട്രാക്കിലോട്ടും പോവാം. മണി ടർഫ് വരെയും ചെയ്യാം. ട്രൈ ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല ഫ്രണ്ടിൽ നിന്ന് അവരെ കൊണ്ട് പുഷ് ചെയ്യിപ്പിക്കുക. ഈ 2 വണ്ടി ബാക്കിൽ കുത്തി ട്രൈ ചെയ്യുക. അതായിരിക്കും അവരുടെ മോസ്റ്റ്ലി അവർ ട്രൈ ചെയ്യാൻ പോകുന്ന കാര്യം. ഒരു വണ്ടി താഴെ ഇറങ്ങി ഈ സൈഡിലത്തെ ബിൽഡിംഗ് വരാൻ. മൂവിയുടെ അവിടെ ഓൺ ഫുഡ് വയ്ക്കണമെങ്കിൽ നമുക്ക് കുത്താൻ പറ്റും. ആദ്യം പഠിച്ചിട്ടില്ല പക്ഷെ ചെയ്യുന്നില്ല. എന്താടാ നീല കേട്ടില്ല? മൂവി നിൽക്കുന്ന അവിടെ ഒരു ഓൺ ഫുഡ് വയ്ക്കണമെങ്കിൽ നമുക്ക് കുത്താൻ പറ്റില്ല. ടയറും കടിച്ചിട്ടില്ല. രണ്ടുപേരും ആംഗിൾസ് കളിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ കറന്റ് സിനാരിയോയിൽ ലെഫ്റ്റ് ആംഗിളും കൂടിയാണ് നമുക്ക് ചുമ്മാ. കാരണം
അപ്പൊ ഞാൻ ലൈനപ്പ് ഇട്ടത് നീലില്ല നീലനില്ല വേറെ ആരൊക്കെ ഇല്ലാത്ത നിങ്ങൾ രണ്ടുപേരും ഇല്ലാത്ത മോസ്റ്റ്ലി അവര് ഒരു ഏബലിന് 27 PL അല്ലേ ചെയ്യുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നീലമില്ല ഇല്ല ബ്രോ ഇവന് 33 PL ഇവന് കളിക്കാൻ പറ്റണില്ല. T47 കയ്യിലുള്ള ടിവിയെ ഓൾ ഡൗൺ ആക്കാൻ അല്ലെങ്കിൽ 3 പിക്ക് എടുക്കാൻ അത് കൂടെ ഉള്ള വേറെ ആരെയും നഷ്ടപ്പെടാതെ എങ്കിൽ മാത്രമേ ടാറ്റിക്സ് ആണോ നീല് പറഞ്ഞത്? എന്താ അത് ആലോചിച്ചുവിടടാ. മോബി നിൽക്കുന്നിടത്ത് വണ്ടി കുത്തിയിട്ട് അവരുടെ ടയർ പൊട്ടിക്കാന്നാണ് അവൻ പറഞ്ഞത്. വന്നൊരു വണ്ടിയുടെ അവിടെ പിറ്റ് ചെയ്ത് നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ആൾ പുഷ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ തന്നെ ഉണ്ട്. നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ഓക്കെ വിസ്ഡം ജോ പിക്ക് ചെയ്തിട്ടുണ്ട്. ഫെയിന്റ് എവിടെ ചത്ത്? വേറെ എവിടെ ചത്താ? പ്ലേയേഴ്സ് അവർക്ക് കുറെ പേര് ഒരു നല്ലൊരു പുഷ് ഫ്രം ഫ്ലെക്സർ. നല്ലൊരു പുഷ് ഫ്രം 5-6 പ്ലേയേഴ്സ്. ഹിറ്റാച്ചി അസൻസിയോ ദാമോടെ കയറി ഹിറ്റാച്ചി ഡൗൺ ആയിരിക്കുകയാണ്. സ്റ്റീവ് ഒറ്റയ്ക്ക് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിൽക്കുന്ന ആ ഒരു ഏരിയ വളരെ പൊട്ടിത്തെറിച്ചാൽ ചത്തുപോകും. ഫ്ലെക്സറിനെ ഫയർ ചെയ്യുന്നുണ്ട്. അസൻസിയോ ഫയർ ചെയ്യുന്നുണ്ട്. നമ്മള് തിരിച്ചടിച്ചു തരും ഉറപ്പായിട്ടും. ഈ ഒരു സിനാരിയോയിൽ T47 ജയിച്ചിരിക്കുകയാണ്. ടിവിയുടെ കയ്യിൽ നിന്നും ഈ ഒരു ടർഫ് നല്ല കളിയായിരുന്നു. അവര് നന്നായിട്ട് കളിച്ചടാ. മാൻ ഡിസഡ്വാൻറ്റേജിൽ നന്നായിട്ട് കളിച്ചു. ഓക്കെ കുഴപ്പമില്ല. ഇനി എന്നാടാ നമ്മുടെ തിരിച്ച് ടർഫ് ഓപ്ഷൻ എന്നാ? നമുക്ക് സോൺ ഡിസഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് വന്നടാ. ഫ്രൈഡേ ആണ്. 2 ദിവസത്തേക്കാണ്. 3 ദിവസത്തിനുണ്ടോ അടുത്തത്? 4 ദിവസം. സോൺ ചതിച്ചാണ്. ഇറ്റ്സ് ഓക്കെ. അല്ലല്ലേ സോൺ ചതിച്ചതല്ലടാ. ഇത് ആക്ച്വലി ഉണ്ടല്ലോ നമുക്ക് സോണും എല്ലാം ബാക്കിയെല്ലാം കിട്ടി മര്യാദക്ക് വന്നാ നമ്മള് റൈറ്റ് റൊട്ടേഷൻ ഡിലേ ആയി പോയതാണ്. നമ്മുടെ റൈറ്റ് റൊട്ടേഷനാണ് ഡിലേ ആയി പോയത് സത്യം പറഞ്ഞ. ഇതല്ല പ്രശ്നം, റൈറ്റ് റൊട്ടേഷനാണ് നമ്മുടെ ഡിലേ ആയി പോയത്. ഇറ്റ്സ് ഓക്കെ. കുഴപ്പമില്ല. പ്രഡിക്ഷൻ പോയി. അതെങ്ങനെയാ തരുന്നത്? മാനേജിലാണോ തരുന്നത്? മാനേജ് എൻഡ് സബ്മിഷൻ അതെങ്ങനെയാ കൊടുക്കുന്നേ? ഹലോ അളിയാ, ഒന്നെങ്കിൽ സ്ലാഷ് പ്രൊഡ്യൂസ് അടിക്കുക അല്ലെങ്കിൽ മാനേജ് ക്ലിക്ക് ചെയ്യും. എൻഡ് സബ്മിഷൻ ആണോ കൊടുക്കേണ്ടത്?